We thank the Lord for His precious word He is ministering to us during these Wednesday Bible studies. ഈ ബുധനാഴ്ച ബൈബിൾ സ്റ്റഡിയിൽ ദൈവം നമ്മളോട് ഓരോരുത്തരോടും ഇടപെടുന്ന അവന്റെ വിലയേറിയ വചനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. The Lord has been speaking to us about our salvation. നമ്മുടെ രക്ഷയെക്കുറിച്ച് ദൈവം ഈ ബുധനാഴ്ച That our salvation is progressive. നമ്മുടെ രക്ഷ ഒരു പുരോഗമനായ രക്ഷയാകുന്നുവെന്നും that God wants to bring us into the fullness of this salvation. ഈ രക്ഷയുടെ പൂർണ്ണതയിലേക്ക് നിറവിലേക്ക് നമ്മൾ ഓരോരുത്തരെയും കൊണ്ടുവരാനായിട്ടുള്ള ആഗ്രഹം ദൈവം ഈ ദിവസങ്ങളിൽ വെളിപ്പെടുത്തുന്നു. Our spirit was saved. ദൈവം നമ്മുടെ ആത്മാവിനെ രക്ഷിച്ചു. Our soul is being saved. ദൈവം നമ്മുടെ പ്രാണനെ And രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. our body shall be redeemed. ദൈവം നമ്മുടെ ശരീരത്തെ പൂർണ്ണമായി രക്ഷിക്കും. So salvation is a salvation that it's a complete redemption of our spirit, soul and body. രക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ദേഹം, ദേഹി, ആത്മാവിനെ പൂർണ്ണമായി വിടുവിക്കുന്നതും അതിനെ രക്ഷിക്കുന്നതുമാകുന്നു. That is a salvation. അതാകുന്നു ഈ രക്ഷ. And we thank God for the way God has revealed unto us His word. ദൈവം നമ്മൾ ഓരോരുത്തരോടും അവന്റെ വചനം നമ്മളോട് വെളിപ്പെടുത്തിയ രീതികൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. It's unfortunate that many have stopped after their spirit was saved. അവിടെ ആത്മാവിൽ രക്ഷ അനുഭവിച്ച് ആ സ്ഥലത്ത് തന്നെ നിൽക്കുന്ന അനേക And they have no desire, they are stagnant in their lives, and they're just going they're just living with this desire that one day they will go heaven when they die. അവർ ഈ അവസ്ഥയിൽ തൃപ്തിപ്പെട്ട് നിശ്ചലരായി അവർ അവിടെ ആത്മാവിൽ ഒരു രക്ഷ അനുഭവിച്ചു. And we thank God the Holy Spirit has been revealing to us there's a present working of God in our lives. പക്ഷേ ദൈവം നമ്മളോട് ഈ ദിവസങ്ങളിൽ ഇടപെടുന്നത് ഒരു വർത്തമാന പ്രവൃത്തി നമ്മൾ Our അനുഭവിക്കുന്ന soul realm, our thoughts, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ പ്രാണന്റെ തലത്തിൽ, നമ്മുടെ വികാരങ്ങളുടെ തലത്തിൽ ഒരു മാറ്റം നമ്മൾ അനുഭവിക്കണം. the thought realm He is changing. ദൈവം നമ്മുടെ ചിന്താ രീതികളെ, Our emotions He is changing. ദൈവം നമ്മുടെ വികാരങ്ങളെ മാറ്റുന്നു. He is changing our will to His will. നമ്മുടെ ഹിതങ്ങളെ അവന്റെ ഹിതത്തിലേക്ക് അവൻ മാറ്റുന്നു. Our thoughts to His thoughts. നമ്മുടെ ചിന്തകൾ അവന്റെ ചിന്തകളിലേക്ക്, Our mind to His mind. നമ്മുടെ മനസ്സ് And we അവന്റെ thank God മനസ്സിലേക്ക് for മാറ്റുന്നു. the wonderful way God has been speaking to us. ദൈവം നമ്മളോട് സംസാരിക്കുന്ന വിലയേറിയ And we രീതിയിലേക്കായി also ദൈവത്തെ saw സ്തുതിക്കുന്നു. how we have been caught up with a gospel which is man-centered. മനുഷ്യനെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ഒരു And our minds സുവിശേഷമാണ് നമുക്ക് are കേൾക്കാൻ കഴിയുന്നത്. so much programmed with that gospel which is centered around man. और जो इंसान केंद्रित जो सुसमाचार है कितनी हमारी सोच जो है उसमें बंधित थी. And many of us need to be purged and cleansed from that gospel which is a humanistic gospel, which is a man-centered gospel. ഒരു മാനുഷികമായ സുവിശേഷത്തിൽ നിന്ന് നമ്മുടെ ചുറ്റുപാടും കേൾക്കുന്ന ആ മാനുഷികമായ സുവിശേഷത്തിൽ നിന്ന് Yes, നമ്മൾ it's a പൂർണ്ണമായി great വിമുക്തരായി need തീരണം. in the midst of God's people. परमेश्वर के लोगों के ഇതാകുന്നു ഏറ്റവും വലിയ Though ആവശ്യം. we have come out of those systems, നമ്മൾ അങ്ങനെ ഉള്ള we സമ്പ്രദായത്തിൽ have നിന്ന് grown up പുറത്തു in that വന്നിട്ടുണ്ട്. environment, പക്ഷേ ഇങ്ങനെയുള്ള ഒരു and we സുവിശേഷത്തിന്റെ see that our പശ്ചാത്തലത്തിലാണ് thoughts, നമ്മൾ our വളർന്നത്. mind, our many things, many aspects of our spiritual life, they are governed by those very things. അതുകൊണ്ടാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ വളർന്നത് കൊണ്ടാണ് നമ്മുടെ ചിന്താ രീതികൾ We heard very clearly Jesus Christ is the Lord and കാണാൻ King. കഴിയാതെ അങ്ങനെ ജീവിക്കാനുള്ള കാരണം. प्रभु यीशु राजा है. There's a യേശു great ക്രിസ്തു need to രാജാവാകുന്നു. come into a revelation and a lifestyle where Christ is
indeed the Lord and King of our lives. യേശുക്രിസ്തു നമ്മുടെ രാജാവും കർത്താവും എന്ന ഒരു തലം നമ്മൾ അത് നമ്മൾ കാണുകയും നമ്മൾ ആ ഒരു Yes, തലത്തിൽ we heard ജീവിക്കുകയും several ചെയ്യേണ്ട things ആവശ്യത്തെക്കുറിച്ച് last നമ്മൾ couple of weeks. കഴിഞ്ഞ രണ്ടാഴ്ചകളായി കേൾപ്പാൻ We heard the gospel of Jesus Christ last week. യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തെക്കുറിച്ച് നമ്മൾ Where Jesus Christ is always presented as the King. യേശുക്രിസ്തു രാജാവായി not only the coming സുവിശേഷത്തിൽ അവൻ രാജാവാകുന്നു, but he is അവൻ the king today. വരുവാനുള്ള രാജാവ് മാത്രമല്ല, പക്ഷേ And ഇപ്പോൾ that is the gospel. അവൻ രാജാവാകുന്നു. He is ഇതാകുന്നു reigning. ഈ സുവിശേഷം. He is the അവൻ king വാഴുന്നു, and he is the അവൻ Lord. രാജാവാകുന്നു, അവൻ കർത്താവാകുന്നു. ഇപ്പോൾ വരുവാനുള്ള രാജാവ് And we see മാത്രമല്ല, that the ഇപ്പോൾ അവൻ gospel that രാജാവാകുന്നു. many preach today, it doesn't have this expression of Christ, or he is not presented as king and as Lord. ഇപ്പോൾ ഒരു രാജാവ് ഇപ്പോൾ അവന്റെ കർത്തൃത്വം അനുഭവിക്കണം, The gospel of the evangelicals, എന്ന് ഈ ഒരു the സുവിശേഷം fifth ഇന്നത്തെ കേൾക്കുന്ന gospel which സുവിശേഷം men have made by putting verses together. ഇന്ന് ഒരു അഞ്ചാമത്തെ സുവിശേഷം മനുഷ്യർ അവർക്ക് ഇഷ്ടപ്പെടുന്ന വാക്യങ്ങളിൽ നിന്ന് ഒരു അഞ്ചാമത്തെ സുവിശേഷം ഉണ്ടാക്കിയിട്ടുണ്ട്. Made a salvation theology by themselves, അവർ ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന വാക്യങ്ങളെ കൂട്ടിച്ചേർത്ത് which is അവരുടെ centered around the ഇഷ്ടപ്രകാരമുള്ള ഒരു welfare of സുവിശേഷം man. ഉണ്ടാക്കി. ആ that gospel is മനുഷ്യന്റെ what ക്ഷേമത്തെ is today so ചുറ്റിപ്പറ്റിയുള്ള ഒരു prevalent സുവിശേഷം. around us. ഇങ്ങനെയുള്ള ഒരു സുവിശേഷമാണ് നമ്മുടെ ചുറ്റുപാടും നമുക്ക് And we saw the കാണുന്നത്. gospel of Jesus Christ. പക്ഷേ We saw the യേശുവിന്റെ gospel of സുവിശേഷമോ, Jesus Christ. യേശുക്രിസ്തുവിന്റെ സുവിശേഷമോ, very clearly from Luke chapter 19, ലൂക്കോസിന്റെ സുവിശേഷം how 19-ാം he അധ്യായത്തിൽ came to Zacchaeus സഖായിയുടെ അടുക്കിലേക്ക് വന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടു. and commanded him to come down. അവൻ സഖായിനോട് ആ And how he ഇറങ്ങി went വരാൻ into his കൽപ്പിച്ചു. house. എന്നിട്ട് പറഞ്ഞു, ഇന്ന് ഞാൻ നിന്റെ ഭവനത്തിൽ Zacchaeus വരണം. was not given a choice or an option. സഖായിക്ക് തിരഞ്ഞെടുക്കുവാനായിട്ട് ഒരു Yes, a choice was not given to him. അവനൊരു തിരഞ്ഞെടുക്കുവാനായിട്ടുള്ള ഒരു He was ഓപ്ഷൻസ് told, ഇല്ലായിരുന്നു. come down, I want to come to your house. ഇറങ്ങി വാ, എനിക്ക് നിന്റെ ഭവനത്തിൽ ഇന്ന് വരണം. So we saw very clearly last week, salvation is not a choice. സോ രക്ഷ എന്ന് പറയുന്നത് It is a നമുക്ക് commandment തിരഞ്ഞെടുക്കാൻ of God. കഴിയുന്നതല്ല, നമുക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ Jesus തിരഞ്ഞെടുക്കാമെന്നതല്ല, commanded him to come അതൊരു down. കൽപ്പനയാകും. And he had to obey, ആ കൽപ്പന അവൻ അനുസരിക്കണമായിരുന്നു, or he has to disobey. ഇല്ലെങ്കിൽ അവൻ അനുസരണക്കേടിൽ നിൽക്കും. And we know that. We thank God he obeyed God. അവൻ അനുസരിച്ചു, അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. And through that obedience, ആ അനുസരണത്തിൽ കൂടെ he experienced a salvation. അവനും And അവന്റെ so we ഭവനവും heard many രക്ഷ details about the അനുഭവിപ്പാൻ. life of Zacchaeus last week. സഖായിയുടെ ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടു. Because obedience brings a person under the lordship of Jesus Christ. അനുസരണം യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന് കീഴിൽ ഒരു വ്യക്തിയെ കൊണ്ടുവരുന്നു. Brings a person under the lordship of Jesus Christ. അനുസരണമാണ് കർത്തൃത്വത്തിന് കീഴിൽ ഒരു And വ്യക്തിയെ there കൊണ്ടുവരുന്നത്. one will experience the deliverance and salvation of God. അങ്ങനെ അനുസരിക്കുകയും അവന്റെ കർത്തൃത്വത്തിന് കീഴിൽ വരുമ്പോൾ വിടുതലും We also saw രക്ഷയും the അനുഭവിക്കും. example of Matthew, മത്തായിയുടെ ഒരു ഉദാഹരണവും നമ്മൾ another tax collector. അവനും ഒരു ചുങ്കക്കാരനായിരുന്നു. He said to Matthew, follow me. യേശു മത്തായിനോട് പറഞ്ഞു, നീ He എന്നെ was not അനുഗമിക്കുക. given an invitation, അവനൊരു ക്ഷണം അല്ല കൊടുത്തത്, but he was commanded to follow. മത്തായിക്ക് ഒരു കൽപ്പനയാണ് And he had നൽകിയത്, to നീ follow. എന്നെ അനുഗമിക്കുക Or എന്ന he had to കൽപ്പനയായിരുന്നു. disobey the Lord. ഒന്നെങ്കിൽ മത്തായി ആ കൽപ്പന ലംഘിക്കണം, ഇല്ലെങ്കിൽ So we അനുസരിക്കണം. thank God for the wonderful way God ഒരു made one thing ക്ഷണമല്ലായിരുന്നത് very ഒരു clear to all കൽപ്പനയായിരുന്നു. of us. സോ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു That കാര്യമാണ്. following the Lord cannot be followed by a but. യേശുക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ ആ അനുഗമിക്കുന്നതിന്റെ കൂടെ അതിനോട് കൂടെ ഒന്നും ചേർപ്പാൻ കഴിയുകയില്ല. Following the Lord cannot be followed by a but. അനുഗമിക്കാം എന്നാൽ എന്നൊരു വാക്ക് അതിനോട് കൂടെ ചേർക്കാൻ പറ്റുകയില്ല. Correct. ഇല്ലെങ്കിൽ അനുഗമിക്കാം പക്ഷേ എന്ന വാക്ക് അതിനോട് Jesus has to be അനുബന്ധിക്കാൻ പറ്റുകയില്ല. the first one. യേശുക്രിസ്തു ആകണം പ്രഥമവും. So following the Lord is not in our terms.
നമ്മുടെ ഇഷ്ടപ്രകാരമോ നമ്മുടെ We saw the നിബന്ധനകൾ example of the പ്രകാരമല്ല young അവൻ rich ruler. അനുഗമിക്കുന്നത്. വ്യവസ്ഥയ്ക്ക് ഒത്തോണമല്ല who came to the അനുഗമിക്കുന്നത്. Lord. जो प्रभु के पास आया, Jesus ഒരു really loved him. ധനികനായ പുരുഷൻ It അവൻ is the യേശുവിന്റെ അടുക്കൽ വന്നു. love that യേശു അവനെ Jesus നോക്കി. Christ had for him. और ये അവനോടുള്ള സ്നേഹം നിമിത്തമായിരുന്നു യേശു അവനോട് You know that you must sell all your property നിനക്കുള്ളതെല്ലാം വിറ്റ് and give to the എന്നെ poor അനുഗമിക്കുക. and take up your cross, come and follow me. നീ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞത് യേശു ക്രിസ്തു അവനെ He സ്നേഹിച്ചതുകൊണ്ടാണ്. loved him. അവനെ സ്നേഹിച്ചു. But his love, spoke these words unto this young man. യേശു ക്രിസ്തു സ്നേഹത്തിൽ ആയിരുന്നു ഈ വാക്കുകൾ അവനോട് Because കൽപ്പിച്ചത്. his heart was on his possessions. കാരണം ഈ ധനികനായ യുവാവിന്റെ ഹൃദയം That's a അവന്റെ great സമ്പത്തിലായിരുന്നു. warning for all of us. നമ്മൾക്ക് ഓരോരുത്തർക്കും അതൊരു വലിയൊരു And I thank God for the way God really ministered to us from his word last week. അവന്റെ വചനത്തിൽ നിന്ന് ദൈവം നമ്മളോട് സംസാരിച്ച രീതികൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. He gives us no choice. നമുക്ക് തെരഞ്ഞെടുക്കുവാനായി God commands all men ഒരു everywhere to അവസരം ദൈവം repent, as we നൽകുന്നില്ല. read അത് in Acts chapter കൽപ്പനയാകുന്നു. 17. और जैसा कि हम അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് स्थान पे उसने आज्ञा दी कि वे मन फिराएं और उद्धार पाएं। എല്ലാവരും എല്ലായിടത്തും അവന് God commands മാനസാന്തരപ്പെട്ട് all men അവനിലേക്ക് everywhere to repent. और हर ദൈവം കൽപ്പിക്കുന്നു എല്ലായിടത്തുമുള്ളവർ So മാനസാന്തരപ്പെടണം എന്ന് salvation ദൈവം കൽപ്പിക്കുന്നു. is not an invitation. സോ രക്ഷ എന്ന് It's not an പറയുന്നത് option. ഒരു ക്ഷണമല്ല, It's ഒരു a command. കൽപ്പനയാകുന്നു. ये आज्ञा है। ക്ഷണമല്ല, We cannot please കൽപ്പനയാകുന്നു. God if we do not believe it. यदि അവനെ ഈ കൽപ്പന അനുസരിക്കാൻ നമ്മൾ We വിശ്വസിക്കാൻ cannot believe കഴിയുന്നില്ലെങ്കിൽ it without obeying it. और നമുക്ക് അനുസരിപ്പാൻ കഴിയുകയില്ല. As we share towards the end, जैसा कि നമ്മൾ അവസാനമായി today's പറഞ്ഞതുപോലെ church realm, today the members in the church, they are vaccinated against the true gospel. और सच्ची ഇന്ന് യഥാർത്ഥ സുവിശേഷം കേൾക്കാതെയും സ്വീകരിക്കാതെ തന്നെ സ്വീകരിക്കാതിരിക്കേണ്ടതിന് ഇന്ന് അനേകർ വ്യാജ സുവിശേഷത്താൽ Watered down കുത്തിവെച്ചിരിക്കുന്നു. gospel and gospel of offers and discounts, the fifth gospel have been injected into the people that if you speak the truth, there is no effect in their lives. ഈ അഞ്ചാമത്തെ സുവിശേഷത്താൽ കുത്തിവെക്ക നിമിത്തം യഥാർത്ഥ സുവിശേഷം അവരുടെ ജീവിതത്തിൽ ഒരു പ്രഭാവവും വരുന്നില്ല. അവർ ദൈവവചനത്തോട് അവർ നിർവികാരരായിരിക്കാനുള്ള കാരണം Now, let me അവർ say this again as we progress വ്യാജ on today. സുവിശേഷത്താൽ കുത്തിവെച്ചിരിക്കുന്നു. कहना चाहता हूँ This change in our soul realm must take place in these days. ഈ ദിവസങ്ങളിൽ ഈ നമ്മുടെ പ്രാണന്റെ തലത്തിലുള്ള മാറ്റം We നമ്മൾ must be നിശ്ചയമായിട്ടും അനുഭവിക്കണം. purged and cleansed of this mentality which is deep within us. നമ്മുടെ അന്തരംഗങ്ങളിൽ നട്ടിരിക്കുന്ന ആ മനോഭാവത്തിൽ നിന്ന് I'm not standing here to നമുക്കൊരു just വിടുതൽ give a lot ആവശ്യമുണ്ട്. of information and a lot of knowledge from God's word. ദൈവവചനത്തിൽ നിന്ന് നിങ്ങളെ പല കാര്യങ്ങളെ I stand here with a ചില deep conviction ജ്ഞാനം in my own spirit. നൽകിക്കാനും അല്ല, പക്ഷെ വളരെ And I would like to say ശക്തമായി ഉള്ള that ബോധ്യത്തോടെ many ഞാൻ of us, സംസാരിക്കുന്നു. even though part of this fellowship, we are still, governed by this mindset. और इस प्रकार की കാരണം ഞാൻ ഇപ്പോഴും നമ്മുടെ ഇടയിൽ നമ്മുടെ സഹോദരന്മാരുടെ ഇടയിൽ ഞാൻ കാണുന്നത് People may speak ഇന്നും deeper ഒരു things from God's word. നമ്മൾ ആഴമുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു എങ്കിൽ തന്നെയും നമ്മൾ ഈ But we പഴയ see that their മനോഭാവത്തിൽ minds are നിന്ന് നമ്മൾ still governed, വിമുക്തരല്ല. their thoughts are being governed by this gospel, which is man-centered. മാനുഷികമായി ചുറ്റിപ്പറ്റിരിക്കുന്ന സുവിശേഷത്താൽ ഇന്ന് നമ്മുടെ ഇടയിലും പലരും We പിടിക്കപ്പെട്ടിരിക്കുന്നു always look എന്നതൊരു for വേദനകരമായ an option and കാര്യമാണ്. a choice. നമ്മൾ എപ്പോഴും എനിക്ക് തിരഞ്ഞെടുക്കുവാൻ കഴിയുന്ന We ഒരു need to be രീതിയും purged from that, നമ്മൾ brothers and sisters. അന്വേഷിക്കുന്നവരാണ്. ആ ഒരു മനോഭാവത്തിൽ Otherwise, we നിന്ന് നമ്മൾ cannot be പൂർണ്ണമായി a kingdom വിമുക്തരാകണം. people. We cannot be the true bride of Jesus Christ. हम उसके राज्य के लोग ही നമ്മൾ ഓപ്ഷൻസിനെ Now, let me say this to അന്വേഷിക്കുന്നവരാകുന്നുവെങ്കിൽ all of us. നമ്മൾ ഒരിക്കലും അവന്റെ I grew രാജ്യത്തിന്റെ up in that യോഗ്യരാകുകയില്ല. realm of this humanistic gospel, the man-centered gospel. और जो ഞാൻ केंद्रीय सुसमाचार വളർന്നത് है, इसका मैं भाग रहा हूँ
മനുഷ്യ കേന്ദ്രീകരിക്കപ്പെട്ട ഒരു സുവിശേഷ Yes. കേട്ടും അതിനോട് Even in those പങ്കുള്ളവനായിരുന്നാണ് days, ഞാൻ വളർന്നത്. I felt where things were wrong somehow. പക്ഷെ എന്റെ ഉള്ളിൽ അങ്ങനെയുള്ള സമയത്തും എനിക്ക് തോന്നിയിട്ടുണ്ട് എവിടെയോ എന്തോ ഒരു I തെറ്റുണ്ടെന്ന്. knew where it was wrong. मैं जानता था कि वो चीजें Yes. എവിടെയാണ് The Holy തെറ്റെന്ന് Spirit somehow left some impressions upon my heart. പരിശുദ്ധാത്മാവ് ചില തോന്നലുകൾ എന്റെ ഉള്ളിൽ Right ആ in those കാലത്ത് days വെച്ചിട്ടുണ്ട്. when I was just an infant in Christ Jesus. कि मैं उस समय ഞാൻ वाले ഒരു अवस्था में था मसीह में, तब उस समय And I can only thank the Lord मैं परमेश्वर ഞാൻ ദൈവത്തോട് നന്ദി for His പറയുന്നു. great mercy upon my life. की उसकी അവൻ അവന്റെ ദിവ്യ കരുണയാൽ He delivered me, over the years. और सालों में കാലത്ത് ഞാൻ എന്റെ He brought a ദൈവം എന്നെ change വിടുവിച്ചു. within my life. मेरी जिंदगी എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്നു. And I thank God for that. मैं परमेश्वर का धन्यवाद करता हूँ उसके लिए. And I would like to say tonight, एक बात कहना चाहता हूँ ഞാനൊരു കാര്യം all my പറയട്ടെ. brothers and sisters, सारे मेरे भाई बहनों, especially I want to address all my young brothers and sisters. जो എന്റെ പ്രിയപ്പെട്ട യുവതി യുവാക്കന്മാരോട് എനിക്ക് Please പറയാനുള്ളത്, open yourselves to God's unchanging word. और परमेश्वर के प्रति उसके जो ना बदलने वाले वचनों के प्रति Be open to the Lord and Savior and King of your lives. നിങ്ങളുടെ രക്ഷകനും രാജാവും കർത്താവുമായവനും നിങ്ങൾ തുറന്നവരായി നിൽക്കുക എന്നാണ് Raja എനിക്ക് bhi നിങ്ങളോട് പറയുന്നത്. unke liye khula rehna. उसके लिए खुले रहें. How often the same vocab and Christian vocabulary and the Christians we see in the world are also seen in our own और lives. जिस प्रकार की भाषा जो बाहर दुनिया में बोली जाती है वो सारी चीजें हमारी जिंदगियों में ലോകത്തിലുള്ള The വാദാവിലുകളും same vocabulary, same questions and same terms, we വാക്കുകളുമാണ് see ഇന്ന് being used in our own വിശ്വാസികളായ നമ്മളും lives. ഉപയോഗിക്കുന്നത്. शब्दावलियां जो प्रश्न और जो बातें बाहर होते हैं वो हम अपनी जिंदगी के अंदर We are living in a world of many options. और हम ऐसे जगत में रह रहे हैं जहाँ के बहुत सारे विकल्प उपलब्ध हैं Options and choices. और वहाँ पे चयन പലവിധമായ ഓപ്ഷൻസും Including ചോയ്സസും ഉള്ള ഒരു multiple choice. സമയത്താണ്. മൾട്ടിപ്പിൾ ചോയ്സ് ഉത്തരങ്ങൾ പോലെയാണ് That's what ഇന്ന് we see പലവരും all around. അവരുടെ ക്രിസ്ത്യ ജീവിതം ജീവിക്കുന്നത്. And that mindset is governing us. ആ ഒരു മനോഭാവമാണ്, So in the ചിന്താരീതിയാണ് ഇന്ന് world അനേകരെ there are so ഭരിക്കുന്നത്. many questions. ഇന്ന് ലോകത്തിൽ പല There are ചോദ്യങ്ങളുണ്ട്. vocabularies used there അവർ പദാവലികൾ ഉപയോഗിക്കുന്നു, or അവർ terms ഉപയോഗിക്കുന്ന used there. അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ, And we see that those terms are brought into our spiritual life as well. ആ വാക്കുകളും आत्मिक जीवन പദാവലികളും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഏറ്റെടുക്കുന്നു. Is it എന്തുകൊണ്ട് necessary? क्या ये जरूरी അത് Is ആവശ്യമുണ്ടോ? there no other way? क्या इसके വേറെ വഴികളൊന്നുമില്ലേ? These are terms we are so familiar in our day-to-day life. हम प्रतिदिन के जीवन में इस प्रकार के शब्दों से परिचित हैं. So please listen to God's word. ഞാൻ പറയുന്ന The വാക്കുകളെ world ശ്രദ്ധിച്ചു in കേൾക്കാം. which we are living, that sets a kind of momentum in our thinking. और जो जगत जिसमें നമ്മൾ हम रह रहे हैं, കേൾക്കുന്ന നമ്മളായിരിക്കുന്ന ലോകമാണ് ആ Our mind ലോകത്തിന്റെ is manipulated ചിന്താരീതികൾ by that. और ആ हमारा നമ്മളെ നമ്മുടെ ചിന്താരീതികളെ And so we bring manipulate those ചെയ്തുകൊണ്ടിരിക്കുന്ന very അവസ്ഥ. vocabularies and questions and terms even into our spiritual life. हमारी आत्मिक അങ്ങനെയുള്ള संसार के शब्द और प्रश्न और उस प्रकार के നമ്മളെ കൈകാര്യം ചെയ്യുകയും It നമ്മളെ may be good to you, but it may ലോകത്തോട് not be നമ്മളെ good to me. അനുരൂപപ്പെടുത്തുന്ന ഒരു സമ്മർദ്ദം നമ്മുടെ ചുറ്റുപാടും These are the things we hear in the world. और ये सब कुछ हम जगत में सुनते हैं. നമ്മൾ Yes. കേൾക്കുന്ന ലോകത്തിൽ കേൾക്കുന്ന കാര്യങ്ങൾ ആണ് I want to tell us one നമ്മുടെ thing. ആത്മീയ ലോകത്തിലേക്ക് ആത്മീയ ജീവിതത്തിലേക്ക് His word is നമ്മൾ good for all. സ്വീകരിക്കുന്നത്. और उसके वचन सभी के लिए भले हैं. It is a command to all of us. യേശുക്രിസ്തുവിന്റെ വാക്കുകൾ എല്ലാവർക്കും ഒരു born again, കൽപ്പനയാണ്. ഞാൻ വീണ്ടും ജനിച്ച സമയത്ത് During that time, ആ ഒരു I സമയത്ത് ആ heard ഒരു one കാലഘട്ടത്തിൽ message. एक मैंने ഒരു സന്ദേശം ഞാൻ കേൾക്കാനിടയായി. A message in that local church that I went to. और जिस ഞാൻ പോയിക്കൊണ്ടിരുന്ന ആ സഭയിൽ ഒരു And that സന്ദേശം ഞാൻ message കേട്ടു. was very simple message from the book of Matthew chapter 25. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ Matthew നിന്നായിരുന്നു ആ chapter സന്ദേശകൻ, ആ 25. പ്രാസംഗികൻ പ്രസംഗിച്ചത്. And verses 14, അതിന്റെ 14-ാം വാക്യം, മത്തായി where he 25-ന്റെ talks 14. about the kingdom is like unto man who gave 5 talents, 2 talents and 1 talent. और ये उस दृष्टांत 5 താലന്തും 3 താലന്തും 1 താലന്തും കൊടുത്ത ആ कोड़े चार कोड़े
5 2 1 താലന്ത് Yes. കൊടുത്ത ആ ഉപമയെ You know, നിന്നായിരുന്നു ആ 5 പ്രസംഗം talent, 2 പ്രസംഗിച്ചത്. talent, and 1 talent. 5 താലന്ത് 2 Now, I'm not going താലന്ത് to 1 share താലന്ത് anything from this, but just what I heard that Sunday. ആ ഞായറാഴ്ച കേട്ട ഒരു കാര്യം ഞാൻ പങ്കിടാൻ And that ആഗ്രഹിക്കുന്നു. preacher said a very simple thought, or shared a simple thought. ആ പ്രാസംഗികൻ വളരെ സുലഭമായി he ലളിതമായ said ഒരു one കാര്യമാണ് thing. പറഞ്ഞത്. God has given you many talents, परमेश्वर ने നിങ്ങൾക്ക് പല ടാലന്റുകളും ദൈവം many നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. blessings, നിങ്ങൾക്ക് പല and അനുഗ്രഹങ്ങളും you ദൈവം picked up തന്നിട്ടുണ്ട്. one blessing. उसमें से ആ He നൽകിയ said ഒരു God has അനുഗ്രഹം പറഞ്ഞു. given you good health. कि परमेश्वर ദൈവം നിങ്ങൾക്ക് നല്ല ആരോഗ്യം തന്നിട്ടുണ്ട്. It's so vivid in my mind. എന്റെ മനസ്സിൽ അത് വളരെ ആഴമായി And he സ്പർശിച്ച ഒരു said, കാര്യം. God has given you health that you could be in this house today. आपको ഈ രാവിലെ സമയം നിങ്ങൾക്ക് रखा है ജീവനോടെ ഇരുപ്പാൻ ദൈവം നിങ്ങൾക്ക് God ആരോഗ്യം gave നൽകി. you 2 legs നിങ്ങൾക്ക് നടക്കാൻ 2 that you കാലുകളും could നൽകി. walk up without anybody's help into this house. ആരുടെയും സഹായം കൂടാതെ ഇന്ന് ഈ ആരാധന സ്ഥലത്തേക്ക് God has വരുവാൻ given ദൈവം you 2 നിങ്ങൾക്ക് 2 ears. You are not deaf, but you can hear God's voice. ദൈവവചനം കേൾപ്പാൻ തക്കോണം ദൈവം നിങ്ങൾക്ക് 2 ചെവി തന്നു. सुन पाते हैं God has given you 2 eyes ദൈവം നിങ്ങൾക്ക് 2 that you കണ്ണ് can തന്നു. read God's word. ദൈവവചനം കേൾപ്പാൻ God has given തക്കോണം you 2 കാണുവാൻ hands തക്കോണം ദൈവം that you can clap, you can raise up your hands. നിങ്ങൾക്ക് കൈ ഉയർത്തുവാനും You can കൈ flip the തട്ടുവാനും pages of the 2 word. ദൈവവചനത്തിന്റെ വേദപുസ്തകത്തിൽ നിന്ന് word. തിരിപ്പാൻ തക്കവണ്ണം നിങ്ങൾക്ക് 2 കൈ But there are many കരങ്ങൾ തന്നു. who പക്ഷേ do not have this. ഇതൊന്നുമില്ലാത്ത പലരുമുണ്ട്. But you have it. നിങ്ങൾക്കത് What have you നൽകിയിട്ടുണ്ട്. done with that? പക്ഷെ നിങ്ങൾക്ക് ഈ ലഭിച്ച ഈ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ എന്തുവാണ് ചെയ്തത്? Did you ദൈവരാജ്യത്തിനായി ഉപയോഗിച്ചു. multiply it? നിങ്ങൾ അതിനെ I want to വർദ്ധിപ്പിച്ചു. say this as just an infant in Christ. ക്രിസ്തുവിൽ ഒരു എന്റെ This ശൈശവ words പ്രായത്തിലാണ് registered ഞാൻ ഇത് so വാക്ക് deep within my being. അത് പക്ഷെ ആ വാക്കുകൾ വളരെ I ആഴമായി want എന്റെ to tell you ജീവിതത്തിൽ that സ്പർശിച്ചു. message has not left me till this moment in my life. എന്റെ ജീവിതത്തിൽ ഇന്നും ഞാൻ അത് മറന്നിട്ടില്ല. അത് As long as ആഴമായി breath is in എഴുതിയിരിക്കുന്നു. me, I want to be in God's presence. എനിക്ക് ശ്വാസമുള്ളിടത്തോളം കാലം എനിക്ക് ദൈവഭവനത്തിൽ As much as I നിൽക്കണം can move, I എന്നായിരുന്നു want എന്റെ to be in തീരുമാനം. God's house with God's people to worship and to bless Him and to meet with Him. എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം എനിക്ക് ശ്വാസമുള്ളിടത്തോളം കാലം എനിക്ക് ദൈവഭവനത്തിലേക്ക് വരികയും ദൈവമക്കളോടുകൂടെ ദൈവത്തെ ആരാധിപ്പാനാകുന്നു അന്നും ഇന്നും എന്റെ ഇച്ഛയും ആഗ്രഹവും So അതിനായി it's ഞാൻ a സമർപ്പിച്ചു. privilege, brothers and sisters. അതുകൊണ്ട് പ്രിയമുള്ളവർ ഇതൊരു പദവിയാണ്. He has given me opportunity to worship Him അവനെ ആരാധിപ്പാൻ ദൈവം എനിക്ക് and അവസരം gather നൽകിയിട്ടുണ്ട്. together with His saints. ദൈവജനത്തോടുകൂടെ ആരാധിപ്പാൻ അവസരങ്ങൾ It's നൽകിയിട്ടുണ്ട്. the mercy of the King in my life. ദൈവ രാജാവിന്റെ കരുണയാകുന്നു ഇതൊക്കെയും. I'm concerned about many of my brothers and sisters. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ പലരെ കുറിച്ച് എനിക്ക് What our വ്യാകുലമുണ്ട്, attitudes are. ഭാരമുണ്ട്. जो भी आपकी प्रवृत्तियां या मनो The privileges God has given to you. ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പദവികളെ When you നിങ്ങൾ look എന്താ at the young ചെയ്യുന്നത്? rich ruler, ആ ധനികനായ യുവാവിന്റെ which we saw ജീവിതത്തെ last നോക്കുമ്പോൾ week, നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടത് the Lord ആ saw യുവാവ് where his heart was. അവന്റെ ഹൃദയം എവിടെയെന്ന് ദൈവം ആ ധനിക He obeyed the യുവാവിന്റെ commandments of ഹൃദയം the എവിടെയെന്ന് Lord കണ്ടു. without any problem. बिना किसी समस्या के उसने प्रभु की आज्ञाओं को माना Yes, he obeyed them. और आज्ञा का അവൻ Yes. കൽപ്പനകൾ അനുസരിച്ചായിരുന്നു. But പക്ഷേ he saw where his heart was. കൽപ്പനകൾ അനുസരിച്ചു I എങ്കിലും want to tell അവന്റെ this to all ഹൃദയം of us. എവിടെയെന്നാലും ദൈവം I വ്യക്തമായി shared കണ്ടു. during the week, ഞാൻ കഴിഞ്ഞ in our ആഴ്ച ഞാൻ Tuesday പങ്കിട്ടു. gathering as well. यहाँ तक कि इस मंगलवार की सभा We may be able to attend all the meetings. നമുക്ക് എല്ലാ മീറ്റിംഗിൽ കൂടി വരാൻ We may be കഴിയുമായിരിക്കും. able to help others. നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുമായിരിക്കും. We may be able to give our tithes. और हम अपने നമുക്ക് നമ്മുടെ ദശാംശം കൊടുക്കാൻ കഴിയുമായിരിക്കും. But പക്ഷേ where is our heart? നമ്മുടെ ഹൃദയം എവിടെ? Our heart can be still upon our possessions. നമ്മുടെ സമ്പത്തിലും നമ്മുടെ like the സമ്പത്തിൽ young rich നമ്മുടെ ruler. ഹൃദയം ഇരിക്കാനുള്ള Our സാധ്യതയുണ്ട്. mind could be so materialistic. നമ്മുടെ മനസ്സ് വളരെ ജഡീകമായും ഭൗമികമായും one thing. ചിന്തിക്കുന്ന ഒരു മനസ്സായിരിക്കാം. Oh, may God deliver us പക്ഷേ May God open ഇങ്ങനെയുള്ള our അവസ്ഥയിൽ eyes നിന്ന് ദൈവം നമ്മളെ to രക്ഷിക്കട്ടെ. see ദൈവം Him നമ്മളെ as അവനെ രാജാവായി കാണുവാൻ उसे हम എന്റെ എല്ലാ സമ്പത്തും ധനത്തും and remember, അവനാകുന്നു the രാജാവ്. privilege the King gives us. ഈ രാജാവ് നമുക്ക് We നൽകുന്ന are അവസരം bound to honor it. അതിനെ ബഹുമാനിക്കേണ്ട ഉത്തരവാദിത്വം Remember that. നമുക്കുണ്ട്. നമ്മൾ As we ബാധ്യസ്ഥരാണ്. saw the Lord taking it away from the one, He took it away from him. പാഴാക്കിയവനിൽ നിന്ന്
ആ രാജാവ് അത് വലിച്ചെടുത്തു. He took that one talent away from the one who did not multiply it. അതിനെ ഉപയോഗിക്കാത്ത ഒന്ന് താലന്ത് അതിനെ വർദ്ധിപ്പിക്കാത്തവനിൽ നിന്ന് രാജാവ് അത് മടക്കിയെടുത്തതായിട്ട് നമുക്ക് കാണാം. അതിനെ ബഹുമാനിക്കുകയും ആദരിക്കാതെയും അതിനെ വളർത്താത്തതിൽ എടുക്കുമെന്ന് രാജാവ് അതിനെ മടക്കിയെടുത്തു. The little that God has given to you, you are not grateful to God. നിങ്ങൾക്ക് You തരുന്ന take it as a അംശത്തെ കുറിച്ച് burden in your life. I want to tell you, it will be taken away from you. നിങ്ങൾക്ക് തരുന്ന അല്പം നിങ്ങൾക്കതൊരു അനുഗ്രഹമായി കാണാതെ അതൊരു ഭാരമായി നിങ്ങൾ അതിനെ ആക്കുന്നുവെങ്കിൽ ദൈവം നൽകിയതിനെ ദൈവം അത് മടക്കിയെടുക്കാൻ അവൻ അധികാരമുണ്ട്, അവൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ അവസരം, ഈ പദവി ദൈവം നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഉത്തരവാദിത്വം തരുന്നു, ഒരു ചെറിയ അനുഗ്രഹം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹം എന്റെ ജീവിതത്തിൽ നിന്ന് പറയട്ടെ, അത് എത്ര പ്രാധാന്യപ്പെട്ടതായിട്ടാണ് നമ്മൾ അതിനെ കരുതുന്നത്. ദൈവം എന്നെ വിശ്വസ്തനായി എണ്ണി എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. വിശ്വസ്തൻ, ഈ ശുശ്രൂഷ എനിക്ക് നൽകുവാൻ ദൈവം എന്നെ വിശ്വസ്തനായി എണ്ണി. രാജാവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു പദവിയാണ്, അത് അവസരമാണ്, മറ്റാരും മനുഷ്യർ നൽകിയതല്ല, രാജാവ് നിങ്ങൾക്ക് നൽകിയതാണ്. അതിനെ നിങ്ങൾ എങ്ങനെയാണ് കരുതുന്നത്? ദൈവം കരുണയാൽ നൽകിയതിനെ ദൈവം മടക്കിയെടുക്കുന്നതും ഞാൻ എന്റെ സ്വന്തം കണ്ണിനാൽ കണ്ടിട്ടുണ്ട്. ഞാൻ എന്റെ ചെറുപ്രായത്തിൽ കേട്ട ആ വചനം ഇന്നും എന്നെ ഭരിക്കുകയും എന്നെ നടത്തുകയും ചെയ്യുന്നു. ദൈവം നൽകിയ അല്പത്തെ ഉപയോഗിക്കണം. ആ ദേവദാസൻ ഇങ്ങനെയും പറഞ്ഞു, മനുഷ്യർക്കല്ല, നമ്മൾ ദൈവത്തോടാണ് കണക്ക് പറയേണ്ടിയവർ. So it's very important. We have to give an account to God. നമ്മൾ ഒരു നാൾ ദൈവം നൽകിയതിനെ കുറിച്ച് നമ്മൾ കണക്ക് പറയേണ്ടിയവരാണ്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ദൈവത്തോട് കണക്ക് പറയേണ്ടിയവരാണ്. You know, when we turn to Matthew chapter 6, want to move on today. Matthew chapter 6 and verse 10. You know, and it's my prayer that God will deliver our thought, our mind by the power of His Word and the Holy Spirit. परमेश्वर के वचन की सामर्थ और परमेश्वर की आत्मा के द्वारा परमेश्वर हमें हमारे विचारों के क्षेत्र से और हमारे सोच के क्षेत्र हमें छुटकारा പരിശുദ്ധാത്മാവ് അവന്റെ വചനത്താൽ നമ്മുടെ ചിന്തയും ചിന്താരീതികളെയും ചിന്താമണ്ഡലത്തെയും മാറ്റുവാൻ ഇടവരട്ടെ എന്നാകുന്നു എന്റെ പ്രാർത്ഥന. ദൈവം ആ പ്രവൃത്തി ചെയ്യട്ടെ. നമ്മൾ തുറന്ന മനോഭാവത്തോട് കേൾക്കാം. ആറാമധ്യായം 10-ാം വാക്യം. നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. That's what the Lord taught them. ഇതായിരുന്നു യേശു അവരെ പഠിപ്പിച്ചത്. പ്രാർത്ഥിക്കുകയാണ് പറഞ്ഞത്. നിങ്ങൾ പ്രാർത്ഥിക്കുക. And then he said, pray like this, thy kingdom come, നിന്റെ thy will രാജ്യം be done വരണമേ, in earth as it is in heaven. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിൽ പോലെ ഭൂമിയിലും ആകണമേ. Yes, as it is in heaven. സ്വർഗ്ഗത്തിൽ പോലെ ഭൂമിയിലും ആകണമേ. And what does that really mean? അതിന്റെ അർത്ഥം, യഥാർത്ഥമായിട്ടുള്ള അതിന്റെ അർത്ഥം എന്താ? In other words, what it means is, മറ്റു വാക്കിൽ ഇങ്ങനെയാണ് you know, it is His kingdom that must come upon this earth. യേശുവിന്റെ രാജ്യം ഈ ഭൂമിയിൽ വരണമേ. Yes. Now in my life, എന്റെ ജീവിതത്തിൽ before I was born again, ഞാൻ വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് I know that I was the king of my life. എന്റെ ജീവിതത്തിന്റെ രാജാവ് ഞാനായിരുന്നു. Yes. I am seated on the throne. ഞാനായിരുന്നു സിംഹാസനത്തിലിരുന്ന എന്റെ ജീവിതത്തിന്റെ സിംഹാസനത്തിലിരുന്നവൻ ഞാനായിരുന്നു. But when Jesus comes,
പക്ഷെ യേശു വരുമ്പോൾ I must abdicate or relinquish my throne എന്റെ സിംഹാസനത്തെ ഞാൻ and let him sit ഉപേക്ഷിക്കുകയും on my throne as the Lord and King of my life. അവൻ എന്റെ സിംഹാസനത്തിൽ രാജാവും കർത്താവുമായി ഇരിക്കണം. राजा के रूप में प्रभु के रूप में बैठ जाना. You know, that's what exactly this would mean. അതാകുന്നു യേശു ഈ വാക്കിൽ കൂടി You know, പറയാൻ thy kingdom come. നിന്റെ രാജ്യം വരട്ടെ, നിന്റെ രാജ്യം വരണമേ. That is what the testimony of the true men of God have been in the past. और जो യഥാർത്ഥമായ ദൈവത്തിന്റെ ദാസന്മാരുടെ സാക്ഷ്യം ഇത് തന്നെയായിരുന്നു. ये सच्चे चेलों की यही गवाही. They have written and they have said, until they met Christ, they ruled their own lives. അനേക ദേവദാസന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, യേശു ക്രിസ്തുവിനെ സന്ധിക്കുന്നത് വരെ അവരായിരുന്നു അവരുടെ ജീവിതത്തെ Someone said like ഭരിച്ചത്. this, I was the commander of my life. എന്റെ ജീവിതത്തിന്റെ പരമാധികാരി And ഞാനായിരുന്നു. since I met him, യേശു ക്രിസ്തുവിനെ he commands my life. അവനാകുന്നു എന്റെ ജീവിതത്തിലെ So പരമാധികാരി. we see that a great change comes into us, our lives, when we meet with Christ യേശു as ക്രിസ്തുവിനെ King of our സന്ധിക്കുമ്പോൾ, lives. യേശു ക്രിസ്തുവിനെ രാജാവായി സന്ധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം So ഒരു വലിയ when മാറ്റം നമ്മൾ Jesus said to the അനുഭവിക്കണം. disciples, pray like this, അതുകൊണ്ട് യേശു പറഞ്ഞു ശിഷ്യന്മാരോട്, നിങ്ങൾ Thy will be പ്രാർത്ഥിക്കുമ്പോൾ done on ഇങ്ങനെ earth. പ്രാർത്ഥിക്കുക, നിന്റെ രാജ്യം വരണമേ. it is something that has to take place here and now. ഇപ്പോൾ ഈ ഭൂമിയിൽ സംഭവിക്കുന്ന This ഒരു is കാര്യമാണ്. something that has to take place here and now in my life and your life. നിന്റെ ഹിതം സ്വർഗത്തിൽ പോലെ, ഇഷ്ടം സ്വർഗത്തിൽ പോലെ ഭൂമിയിലും ആകണമേ Not for tomorrow. എന്നത് നാളെയല്ല, ഇപ്പോൾ അനുഭവിക്കുന്ന Not ഒരു for the യാഥാർത്ഥ്യമാണ്. ages to come, വരുവാനുള്ള യുഗത്തെ കുറിച്ചുമല്ല but യേശു thy പറഞ്ഞത്. kingdom come now യേശുവിനോട് യേശു പറഞ്ഞു, Here. പ്രാർത്ഥിക്കുമ്പോൾ in my നിന്റെ life. രാജ്യം ഇപ്പോൾ Thy will be വരണമേ, done on earth. നിന്റെ ഇഷ്ടം സ്വർഗത്തിൽ Must പോലെ begin with my life. Hallelujah. ഭൂമിയിൽ जिंदगी से वो आरंभ हो. ആകണമേ. Thy അത് kingdom എന്റെ be ജീവിതത്തിൽ done, or thy ആരംഭിക്കട്ടെ. will be done on the earth must begin with my life today and now. നിന്റെ ഇഷ്ടം സ്വർഗത്തിൽ പോലെ ഭൂമിയിലും ആകണമേ എന്നത് എന്റെ ജീവിതത്തിൽ ആരംഭിക്കണമേ എന്നതാണ് The യേശു rule of the king may പ്രാർത്ഥിക്കുന്നത്. begin in my life now. രാജാവിന്റെ ഭരണം എന്റെ ജീവിതത്തിൽ ആരംഭിക്കട്ടെ എന്നാകുന്നു നമ്മുടെ പ്രാർത്ഥന. Many people say that we preach the coming king, വരുവാനുള്ള രാജാവിനെ കുറിച്ചാണ് ഇന്ന് പലരും but we പ്രസംഗിക്കുന്നത്. need to know that he's a king now in our lives. പക്ഷേ അവൻ വരുവാനുള്ള രാജാവ് മാത്രമല്ല, അവൻ Yes. ഇപ്പോൾ രാജാവാകുന്നു. ഇപ്പോൾ എന്റെ That is ജീവിതത്തിലെ important. രാജാവാകുന്നു. അത് He വളരെ is the king പ്രധാനപ്പെട്ടതാണ്. now in our lives. അവൻ ഇപ്പോൾ എന്റെ Thy ജീവിതത്തിലെ will be രാജാവാണോ? നിന്റെ ഹിതം Thy സ്വർഗ്ഗത്തിൽ kingdom പോലെ come. ആകണമേ. നിന്റെ The രാജ്യം kingdom വരണമേ. comes by the will of God being done in my life now here. उसकी इच्छा ദൈവത്തിന്റെ രാജ്യം എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നത് Abi, അവന്റെ up ഹിതം is ഇപ്പോൾ samay. ഞാൻ ചെയ്യുമ്പോൾ, That is ഇപ്പോൾ important. ഞാൻ അനുസരിക്കുമ്പോൾ അവന്റെ When രാജ്യം Jesus വരും. said, pray thy kingdom come, और कहता प्रार्थना യേശു ക്രിസ്തു നിങ്ങൾ that kingdom പ്രാർത്ഥിക്കുമ്പോൾ comes now ഇങ്ങനെ into our പ്രാർത്ഥിക്കാൻ lives. പറഞ്ഞപ്പോൾ, His rule, കർത്താവേ, His authority. ഇപ്പോൾ നിന്റെ അധികാരം, നിന്റെ ഭരണം, Yes. നിന്റെ ഹിതം ഇപ്പോൾ എന്റെ now ജീവിതത്തിൽ not only we have the നിറവേറട്ടെ. fifth gospel, ഇന്ന് ഒരു അഞ്ചാമത്തെ സുവിശേഷം മാത്രമല്ല, पांचवा सुसमाचार है. not only that we have this gospel of the evangelicals, സുവിശേഷകന്റെ സുവിശേഷം എന്ന് പറയുന്നത് ഒരു അഞ്ചാമത്തെ സുവിശേഷം മാത്രമല്ല, केवल मानव के മനുഷ്യ കേന്ദ്രീകരിക്കപ്പെട്ട but ഒരു സുവിശേഷം we മാത്രമല്ല. have, we have brought out this gospel in many different ways to help man to accept this gospel. ഈ സുവിശേഷം മനുഷ്യൻ അംഗീകരിക്കേണ്ടതിന് അത് മനുഷ്യനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതിനെ അതിനെ രൂപീകരിച്ച Making ഒരു it easy കാര്യം and നമുക്ക് ചുറ്റുപാടുണ്ട്. adaptable and acceptable. എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിൽ ഈ സുവിശേഷത്തെ Don't take what I'm saying രൂപീകരിക്കുക. lightly, but ഞാൻ പറയുന്ന seriously. വാക്കുകളെ നിങ്ങൾ നിസ്സാരമായ എണ്ണല്ലേ. The example may sound very light, but it has got a deep meaning ഞാൻ and പറയുന്ന application. ഉപമ നിസ്സാരമായി തോന്നുമായിരിക്കും, പക്ഷേ അതിനൊരു ആഴമുള്ള ഒരു അർത്ഥവുമുണ്ട്. Today preachers have offered
this gospel in a comfortable monthly installments. और इस इन्न- प्रकार का प्रस्ताव इस सुसमाचार का दिया जाता है कि ये एक टुकड़ों में किस्त के रूप में दिया जा सकता है। किस्त का रूप में किस्त, don't use the word, all right, किस्त ठीक है, comfortable monthly installments, और बहुत ही सुविधाजनक किस्तों के रूप में Yes. दिया जा सकता है। or monthly payments. और जैसे कि माह में जो भुगतान होता है, Or to tell in പ്രതിമാസ today's language, തവണ- you can have easy EMIs every month. തവണകളായി सरल तरीके से മടക്കി കൊടുക്കാൻ കഴിയുന്നത് പോലെയുള്ള ഒരു Yes. സുവിശേഷമാണ് Now, ഇന്ന് there are നമ്മൾ many കേൾക്കുന്നത്. agencies, ഞാൻ പറയുന്നു. including Amazon and many others around us today. ഇന്ന് നമ്മൾ കടകളിലും ഇന്ന് എല്ലാവരും പ്രതിമാസ Yes. തവണയിൽ When they make അടയ്ക്കാം a എന്നൊരു great option. discount advertisements. और वो विज्ञापन करते ഇന്ന് നൽകിയിട്ടുണ്ട്. ഇന്ന് For നമുക്ക് അതിനെ example, കുറിച്ച് അവർ let me say അഡ്വർടൈസ് this, ചെയ്യുന്നു. I have not read this, but I'm just imaginary expression. It says, suppose they make an expression or an ad saying that you can have an Apple iPhone 12 Pro for 5,000. 5,000 രൂപയ്ക്ക് ഏറ്റവും നല്ല ആപ്പിളിന്റെ iPad nahi iPhone. ഐഫോൺ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് The latest എന്ന് കേൾക്കുമ്പോൾ number. नया जो आया है, Yeah. He says that you can have this for 5K. और 5,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഫോൺ That's ലഭ്യമാണ്. very attractive. അത് കേൾക്കുമ്പോൾ അത് Very വളരെ attractive. You can ആകർഷകമാണ്. have it for 5,000 rupees. 5,000 രൂപയ്ക്ക് Yes, it sounds ഏറ്റവും very good. പുതിയ ഐഫോൺ കിട്ടുമെന്ന് പറയുമ്പോൾ And when വളരെ you closely ആകർഷകമായി. look at it, പക്ഷെ അത് what ശ്രദ്ധിച്ച് they mean വായിക്കുമ്പോൾ is അത് ഇങ്ങനെയാണ് that you അർത്ഥം. can have it for 5,000 rupees every month. എല്ലാ മാസവും 5,000 By രൂപ paying 5,000 every month. പ്രതിമാസം 5,000 രൂപ Yes. For വെച്ച് several months you നൽകിയാൽ need to തവണ make this payment. നൽകിയാൽ നിങ്ങൾക്ക് ലഭിക്കും എന്നതാണ് അത് അതിന്റെ ചെറിയ അക്ഷരത്തിൽ അവർ എഴുതിയിട്ടുണ്ട്. And we see today there are many gospel agencies likewise. ഇങ്ങനെയാണ് ഇന്ന് അനേക സുവിശേഷങ്ങളും Now, as I സുവിശേഷീകരിക്കുന്നത്. said, don't take it lightly. ഞാൻ പറയുന്നത് It's a serious നിസ്സാരമായതല്ലേ. matter. There are many gospel agencies. ഇന്ന് പല There സുവിശേഷീകരിക്കുന്ന are many organizations which പ്രവർത്തന preach the സംഘടനകൾ gospel. और बहुत सारे संस्थाएं जो सुसमाचार सुनाती हैं। And I want to say that this is not scriptural at all. मैं ये അവർ कहना चाहता हूं कि ഇങ്ങനെ പ്രതിമാസ തവണ ഇല്ലെങ്കിൽ അല്പമല്പമായി നിങ്ങൾക്ക് കൊടുക്കാം, അല്പമല്പമായി നിങ്ങൾക്ക് ഇത് കിട്ടും എന്ന് പറഞ്ഞ് ഇങ്ങനെ എല്ലാം In the years സുലഭമാക്കുന്ന ഒരു സുവിശേഷം. 1981, 80 to 83 have been transition years in my life and in the ministry, and God opened my eyes to see this truth, and since then I have been sharing this as well. और ये सत्य के 1980-81 കാലഘട്ടത്തിലാണ് ഈ ഒരു സത്യത്തെക്കുറിച്ച് ദൈവം കാണാൻ എന്നെ സഹായിച്ചത്. അന്ന് മുതൽ ഞാൻ വിശ്വസ്തയോടെ ഈ കാര്യത്തെ ഞാൻ And therefore പ്രസ്താവിക്കുന്നു. we are misunderstood, അതുകൊണ്ട് പലരും നമ്മളെ we are തെറ്റിദ്ധരിക്കാറുണ്ട്, ill spoken നമ്മളെ കുറിച്ച് because of our വിമർശിക്കാറുണ്ട്, convictions കളവായി from God's പറയാറുണ്ട്, നമ്മളെ and തെറ്റായ our obedience to ധാരണയുണ്ട് God's word. നമ്മളെ കുറിച്ച്. हमारी आज्ञाकारिता थी प्रभु के वचन के। And I would like to say I was part of this system. ഞാനും ഇങ്ങനെയുള്ള ഒരു I was part of സുവിശേഷ these agencies. സംഘടനയുടെ ഒരു ഭാഗമായിരുന്നു. I was part of these organizations at ഇങ്ങനെയുള്ള one ഒരു time. സംഘടനകളുടെ ഭാഗമായും And I'm പ്രവർത്തിക്കുകയും not ചെയ്തവർ. criticizing today, ഞാൻ ആരെയും വിമർശിക്കുകയല്ല, but I'm sharing my burden. പക്ഷേ ഞാൻ എന്റെ I'm ഭാരത്തെ sharing how അറിയിക്കുന്നു. wrong we are. എത്രമാത്രം I'm തെറ്റായ sharing how രീതിയിലാണ് far നമ്മൾ we have gone away പ്രവർത്തിക്കുന്നത്. from God's pattern. ദൈവത്തിന്റെ മാതൃകയിൽ നിന്ന് നമ്മൾ എത്രമാത്രം I've shared this പിൻവലിച്ചിരിക്കുന്നു before. എന്ന് കാണിപ്പാനാണ് We have ഞാൻ written in പറയുന്നത്. some of our books this truth. ഈ സത്യത്തെ നമ്മൾ പല There പുസ്തകങ്ങളിലായി are നമ്മൾ പറഞ്ഞിട്ടുണ്ട്. para-church organizations പല came into being when the church failed in her call. സഭ അവളുടെ ദൗത്യത്തിൽ പരാജയപ്പെട്ടപ്പോൾ പലവിധമായ സുവിശേഷ സംഘടനകൾ उनका बुलाहट में ഉളവായി. അത് ദൈവികമല്ല. സഭയുടെ ഉത്തരവാദിത്തം സംഘടനകൾ ഏറ്റെടുത്തു. and these organizations became outsourced agencies for preaching the gospel. ഈ സംഘടനകൾ സുവിശേഷത്തിന്റെ ഏജൻസീസ് ആയി തീർന്നു. സഭയ്ക്ക് ചെയ്യാൻ കഴിയാത്തത് ഇവരെ ഭാരമേൽപ്പിച്ചു, നിങ്ങൾ അത് ചെയ്യും. From where the man-centered
gospel of rebates and choices and discounts began to be preached. ഈ സംഘടനകളിൽ നിന്നാണ് समाचार और ഡിസ്കൗണ്ടും ഓഫേഴ്സും इन संस्थाओं के സുലഭമായും എളുപ്പമായും അനേകരെ ഈ രക്ഷയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഉള്ള പുതിയ സുവിശേഷങ്ങൾ ആരംഭിച്ചത് ഇങ്ങനെയുള്ള സംഘടനകളിൽ നിന്നാണ്. के द्वारा संचालित हो रहे हैं. Now, when I was born again, जब मेरा नया जन्म हुआ came into God's, in the midst of God's people, और जब मैं परमेश्वर के लोगों के मध्य में there were people who were born again, और वे लोग जिनका नया जन्म हुआ था, and some came from Hindu background. कुछ लोग जो है हिंदू विश्वास Now the question is that should that person be baptized by sprinkling, or that person should be baptized by immersion? കഴിഞ്ഞ ദിവസം ഒരാളിങ്ങനെ പങ്കിടാൻ ഒരു സഹോദരൻ പറഞ്ഞു കേട്ടു. ഒരു മറ്റേ മതത്തിൽ നിന്ന് വന്ന സഹോദരൻ രക്ഷിക്കപ്പെട്ടപ്പോൾ ഈ സഹോദരന് ഒരു ഓപ്ഷൻ നൽകി, നിങ്ങൾക്ക് സ്നാനപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് തളിച്ച് സ്നാനപ്പെടാം, ഇല്ലെങ്കിൽ മുഴുകി സ്നാനപ്പെടാം, നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇങ്ങനെയുള്ള ഒരു എല്ലാം കലക്കിയ ഒരു സുവിശേഷം നമ്മൾ കാണും. ഞാനും വന്ന ഒരു പശ്ചാത്തലത്തിൽ അവിടെ എന്നെ തളിച്ച് സ്നാനപ്പെടുത്തി. പക്ഷേ ദൈവം എന്റെ ജീവിതത്തിൽ വചനത്തിൽ നിന്ന് ഇടപെട്ടു. ഞാൻ അങ്ങനെ മുഴുകി സ്നാനപ്പെട്ടപ്പോൾ ആ സഭയിൽ നിന്ന് എന്നെ പുറത്താക്കി. The organization with which I was involved, along with my job, my secular work, I could see their options were given. പക്ഷെ ഞാൻ അവിടെ നിന്ന് പുറപ്പെട്ട് ഞാൻ ഒരു സംഘടനയിൽ പങ്കായിരുന്നപ്പോൾ ആ സംഘടനയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തളിച്ച് സ്നാനപ്പെടാം, നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുകി സ്നാനപ്പെടാം, നിങ്ങൾക്ക് സ്നാനപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള പലവിധമായ ഓപ്ഷൻസ് നൽകുന്ന ഒരു സംഘടനയിലായിരുന്നു ഞാൻ പങ്കായിരുന്നത്. സോ വീണ്ടും ജനിച്ചൊരു പൈതലിന് പരിശുദ്ധാത്മാവ് അഭിഷേകത്തിന്റെ കാര്യം വരുമ്പോൾ അവിടെയും ഓപ്ഷൻസ്. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തിനെ കുറിച്ച് താല്പര്യങ്ങൾ വേണ്ട, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള അഭിഷേകം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം. അത് വളരെ നിർബന്ധമല്ല. എല്ലാ പടിയിലും ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻസ് നൽകുന്ന ഒരു സുവിശേഷമാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ദൈവവചനത്തിൽ അങ്ങനെ ഒരു ഓപ്ഷൻസ് നമ്മൾ കാണുന്നു. പക്ഷെ എവിടെ നിന്നാണ് ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻസ് വന്നത്? മനുഷ്യന്റെ വ്യാഖ്യാനത്തിൽ നിന്ന് ഉളവായതാണ് ഇതൊക്കെ. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ കൂട്ടായ്മയിലാകുന്നു എങ്കിൽ തന്നെയും പലവരും ഇങ്ങനെയുള്ള ചിന്തയുമാണ് അവരെ ബാധിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൂടാ? Then when it comes to Holy Spirit baptism, in the Pentecostal realm, there are groups which say that you don't have to speak in tongues. അന്യഭാഷയുടെ വരം ആവശ്യമില്ല എന്ന് ഒരു കൂട്ടർ. Yes. There is no need to be speaking in tongues. അന്യഭാഷയുടെ വരം ആവശ്യമില്ല You എന്ന് can ഒരു be കൂട്ടർ. baptized in the Holy Spirit without speaking in tongues. പരിശുദ്ധാത്മ സ്നാനം അന്യഭാഷ വരമില്ലാതെ നിങ്ങൾക്ക് So വരം people with ലഭിക്കാം. education and with a great standing, they think, why should I speak a language, just stammering lips, and it looks not very decent, that kind of thing. Why should I be baptized in the Holy Spirit with this kind of experience? പഠിപ്പുള്ളവരും ചില ഇങ്ങനെയൊക്കെ ബുദ്ധിശാലികളൊക്കെ പറയും, ഓക്കെ, എനിക്ക് എന്തിനാ ഈ പരിശുദ്ധാത്മാ വരവും ഇങ്ങനെയുള്ള അന്യഭാഷയും ഇങ്ങനെ ഒരു മനസ്സിലാക്കാൻ കഴിയാത്ത ഭാഷയിൽ ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പരിശുദ്ധാത്മ അഭിഷേകം വേണം, പക്ഷെ എനിക്ക് അന്യഭാഷ വരം വേണ്ട. ഇന്ന് തിരഞ്ഞെടുക്കുവാൻ അനുവദിക്കുന്ന ഒരു ക്രൈസ്തവ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. So we see this താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം, താല്പര്യമില്ലെങ്കിൽ വേണ്ട, വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ അതിനെ മാറ്റിവെക്കാം എന്ന് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളായിരിക്കും. ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ സഭയെ സഹായിച്ചു. പക്ഷേ ഓർത്തുകൊള്ളുക, അങ്ങനെയുള്ള വളർച്ചയിൽ നിന്ന് ദൈവത്തിലേക്ക് വളരുവാൻ കഴിഞ്ഞില്ല. And to that original call. പക്ഷേ ദൈവം ഇന്നും അവന്റെ സഭയെ
ദൈവത്തിന്റെ പ്രാഥമികമായ ഉദ്ദേശത്തിലേക്ക്, You ദൈവത്തിന്റെ know, these ആദ്യ പാഠങ്ങളിലേക്ക് organizations ദൈവം have been a വിളിച്ചു. kind of crutch to the church. ഇന്ന് സഭയ്ക്ക് ഇങ്ങനെയുള്ള Support. സുവിശേഷ സംഘടനകൾ ഇന്ന് സഭയ്ക്ക് ഒരു You know, but ഒരു a താങ്ങായിത്തീരും. crutch is for a temporary time. और वो एक थोड़े समय के लिए अस्थायी रूप से Well, God blessed it, God used it. और परमेश्वर ने आशीष दिया और उपयोग किया, But that is not God's, primary and initial and original thought for the church. कलीसिया के लिए वो मूल उद्देश्य विचार नहीं है वो। ഇങ്ങനെയുള്ള താങ്ങുകൾ Oh, may God open our eyes. परमेश्वर അത് हमारे താൽക്കാലികമാ. അത് നമുക്ക് എന്നും It is time എന്നേക്കും to throw away the ഉപയോഗിക്കാനുള്ള crutches. The church has been supported by. ഇങ്ങനെ ഊന്നുവടികളൊക്കെ Hallelujah. വലിച്ചെറിയേണ്ടിയ സമയമായി, സഭയായി നിൽക്കേണ്ട It is time സമയമാണിത്. for the church to walk in the truth और सच्चाई में സത്യത്തിൽ നടക്കാനുള്ള and declare the സമയമായിരിക്കും. truth. സത്യത്തെ That Jesus Christ is the യേശു Lord and the ക്രിസ്തു King. രാജാവാകുന്നു, യേശു ക്രിസ്തു കർത്താവാകുന്നു എന്ന സത്യത്തെ Hallelujah. പ്രസ്താവിക്കേണ്ട It's time for the സമയമാണ്. church to come back to God's original thought for His church. ദൈവത്തിന്റെ പ്രാഥമികമായ ഉദ്ദേശത്തിലേക്ക് മടങ്ങി വരേണ്ട സമയം ഇതാ വന്നിരിക്കുന്നു. But people want to make this crutch the permanent part of the church. ഈ ഊന്നൽ കമ്പുകളെ, के लिए बनी हुई रहे। ഊന്നൽ വടികളെ ഇന്നത് താൽക്കാലികമല്ല, അതൊരു സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവായി തീർന്നു ഇന്ന് സഭയ്ക്ക്. ഈ ഊന്നൽ വടികൾ താൽക്കാലികമാണ്, അത് All that you have to സ്ഥിരമായിട്ടുള്ളതല്ല. do और जो कुछ आपको करना है, to be saved is just raise your hand. നിങ്ങൾ രക്ഷിക്കപ്പെടാൻ ഈ ഒരു കാര്യം ചെയ്താൽ മതി, We നിങ്ങളുടെ do കൈ not പൊക്കിയാൽ tell മതി. them the full price that they have to pay. പക്ഷേ ഈ സുവിശേഷത്തിന്റെ മുഴുവില നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ല. The full price to follow the Lord. യേശുക്രിസ്തുവിനെ അനുഗമിപ്പാനായിട്ടുള്ള മുഴുവില The നമ്മൾ cost of പറയാറില്ല. following the Lord, we must tell them right at the beginning. അവർ हमें ये कहना जरूरी കൊടുക്കേണ്ട വില ആരംഭത്തിൽ തന്നെ പറയേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. आपको अदा करनी है। Yes. I repent of my own failures. എന്റെ ഈ പരാജയത്തിൽ ഞാൻ അനുദപിക്കുന്നു. Oh, may God help us. ദൈവം നമ്മെ സഹായിക്കട്ടെ. I remember the example I used to share with ഞാൻ God's people. പറയുന്ന ഒരു ഉദാഹരണത്തെ എനിക്ക് ഓർമ്മ വരുന്നു. And I would like to turn to Matthew chapter 13. മത്തായിയുടെ സുവിശേഷം 13. I was reminded by some brethren about this as well. और कुछ എന്നെ ഈ ഒരു ഉപമയെ And I would like to ഓർമ്മപ്പെടുത്തി. share that today. മത്തായിയുടെ സുവിശേഷം Matthew 13 chapter അധ്യായം 13. 13वां अध्याय मत्ती की। And listen very carefully. ശ്രദ്ധിച്ചു കേൾക്കാം. This is something God spoke to me in the early 80s in the time of transition in my own life. എന്റെ ജീവിതത്തിൽ ആ ഒരു മാറ്റത്തിന്റെ സമയത്ത് ദൈവം എന്നോട് When the സംസാരിച്ച Lord ഒരു very വാക്യം. clearly spoke to me about the Lordship of Christ and the Church of Jesus Christ. യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തെ കുറിച്ചും യേശുക്രിസ്തുവിന്റെ സഭയെ കുറിച്ചുമുള്ള സത്യം ദൈവം എന്നോട് ഇടപെട്ടപ്പോൾ ഈ ഒരു ഉപമയിൽ നിന്ന് ദൈവം എന്നോട് that സംസാരിച്ചു. unveiling of the Lordship of Christ and the Church of Jesus Christ changed me so much. मसीह की കർത്തൃത്വവും യേശുക്രിസ്തുവിന്റെ കർത്തൃത്വവും യേശുക്രിസ്തുവിന്റെ രാജ്യത്വത്തിന്റെ സത്യം എന്റെയും എന്റെ Chapter ശുശ്രൂഷയും വളരെ 13 verse മാറ്റം. 44 and 45. മത്തായിയുടെ സുവിശേഷം 13 അധ്യായത്തിന് And the 45 kingdom, 45. verse 45, not 45 44, 45 and 46. Again, the kingdom of heaven is like unto a merchant man seeking goodly pearls, who, when he had found that one pearl of great price, went and sold all that he had and bought it. फिर स्वर्ग का राज्य एक व्यापारी പിന്നെയും के समान है, സ്വർഗരാജ്യം अच्छे मोती നല്ല की മുത്ത് खोज में था। അന്വേഷിക്കുന്ന जब ഒരു उसे एक വ്യാപാരിയോട് बहुमूल्य സദൃശ്യം. मोती मिला, അവൻ तो उसने വിലയേറിയ जाकर ഒരു മുത്ത് अपना सब കണ്ടെത്തിയാറെ बेच डाला ചെന്ന് और തനിക്കുള്ളതൊക്കെയും വിറ്റ് Hallelujah. അത് വാങ്ങി. I've shared this several times. പലപ്പോഴും ഞാൻ I was ഉദാഹരണം reminded of പറഞ്ഞിട്ടുണ്ട്. that, എന്നെ and ഓർമ്മപ്പെടുത്തിയ some reminded me about it. ആ രണ്ട് ഒരു So സഹോദരൻ എന്നെ ഇത് ഓർമ്മപ്പെടുത്തി. I'm led to share that even in the light of what we have heard tonight. നമ്മൾ കേട്ട വചനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് Something പങ്കിടാൻ that really spoke to my heart. എന്റെ ഹൃദയത്തോട് ദൈവം I ഇടപെട്ട ഒരു changed കാര്യം, my way of seeing things. ഒരു എന്റെ കാഴ്ചപ്പാടിനെ മാറ്റിയ ഒരു ഉപമയാണ്. You know, here is an example. Let me illustrate that. ഞാൻ ഈ ഉപമയെ ഇങ്ങനെ The വിസ്തരിക്കാം. man who sought for the വിവരിക്കാം. goodly pearl, I see as myself. ഈ एक व्यापारी जो मैं स्वयं हूँ, एक मोती की खोज
You know, went around and I saw a pearl. ഞാൻ അന്വേഷിക്കുന്ന ഈ നല്ല I got into the shop മുത്തിനെ അന്വേഷിച്ച വ്യക്തി ഞാനാണ്. and I said to the man there, ഞാൻ ഒരു കടയിൽ this കണ്ടു. is what I am looking for. ഞാൻ ഈ മുത്തിനെ ഞാൻ കുറെ നാൾ I want to അന്വേഷിച്ചു. buy it. എനിക്ക് ഈ മുത്ത് എനിക്ക് വാങ്ങിക്കണം. Can I? എനിക്ക് He said, കഴിയുമോ? surely. ആ വ്യക്തി I പറഞ്ഞു asked him, what ഉറപ്പായിട്ടും. is the cost? ആ വ്യക്തിയോട് ചോദിച്ചു He എത്രയാണ് said ഇതിന്റെ വില. one thing very clearly. ആ വ്യക്തി എന്നോട് ഇങ്ങനെ All പറഞ്ഞു, that you have, നിനക്കുള്ള സകലവും all that you have, നിനക്കുള്ള സകലവും nothing less, nothing more. അതിനേക്കാൾ കൂടുതലില്ല That കുറവുമില്ല. is the cost of this pearl. ഈ മുത്തിന്റെ വില നിനക്കുള്ളത് You could very സകലതും well buy അത് it. അല്പവുമില്ല But this is the കുറവുമില്ല cost. കൂടുതലുമില്ല അത് തന്നെ. So he said, അതുകൊണ്ട് ഈ വ്യക്തി are പറഞ്ഞു, you interested? നിങ്ങൾക്ക് Then താല്പര്യമുണ്ടോ? I told this man, yes ഞാൻ ഈ sir, വ്യക്തിയോട് I am പറഞ്ഞു, very much interested. എനിക്ക് ഈ മുത്ത് സ്വന്തമാക്കാൻ If you എനിക്ക് really വളരെ want to buy താല്പര്യമുണ്ട്. it, എനിക്കത് വാങ്ങിക്കാൻ. you can buy it. ആ വ്യക്തി The cost കടക്കാരൻ is പറഞ്ഞു, that all that you have, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങിക്കാം. Nothing നിങ്ങൾക്ക് less, ഉള്ളതെല്ലാം nothing more. അതിന്റെ വിലയാണ്. അത് he took a piece of paper സോ ആ കടക്കാരൻ and he ഒരു began to പേപ്പർ write എടുത്തു down. എഴുതാൻ തുടങ്ങി. पत्र लिया है। And he asked me, what do you have? നിന്റെ പക്കൽ എന്തുണ്ട് എന്ന് ഈ How വ്യക്തി much ചോദിച്ചു. money you have? നിന്റെ പക്കൽ എത്ര പൈസയുണ്ടെന്ന് ചോദിച്ചു. In the bank? ബാങ്കിൽ എത്രയുണ്ട്? I told, yes, I think this is the amount I have. എന്റെ ബാങ്കിൽ ഇത്രയും പൈസയുണ്ട് എന്ന് പറഞ്ഞു. He wrote down that. ആ വ്യക്തി Anything else? in ബൈബിൾ cash? ആ പേപ്പറിൽ എഴുതി. Yes, I have something in my purse, in my wallet. എന്റെ പേഴ്സിൽ ഇത്രയുമുണ്ട് എന്ന് പറഞ്ഞു. And then I took it out. He said, please take it out. ആ പേഴ്സ് എടുക്കാൻ And he പറഞ്ഞു. counted all that money. അപ്പൊ പൈസയെല്ലാം ആ And വ്യക്തി he എഴുതി. said, he added that by cash, so much. ക്യാഷ് ആയിട്ട് ഇത്രയും പൈസ, ബാങ്കിൽ ഇത്രയും And പൈസ. what else do you have? പിന്നെ മറ്റെന്തുണ്ട് സഹോദരൻ ചോദിച്ചു. Where do you stay? നീ എവിടെ I said, I താമസിക്കുന്നെന്ന് stay in ചോദിച്ചു. such a place. ഞാൻ ഇവിടെയാ താമസിക്കുന്നത്. Then he asked me, do you own that house? ആ വീട് നിങ്ങളുടെ സ്വന്തം വീടാണോ? I said, yes. അങ്ങാണ് പറഞ്ഞു. ആ ശരിയാ, Then എന്റെ he said, സ്വന്തം. your house. എന്നിട്ട് ആ വ്യക്തി ആ Also. പേപ്പറിൽ എഴുതി വീടും. The list began to increase. ആ ലിസ്റ്റ് വലുതാകാൻ തുടങ്ങി. Then I told him, sir, then where will I live? ഞാൻ എവിടെ താമസിക്കും? Do you want me to live in my car? എന്റെ കാറിൽ എനിക്ക് താമസിക്കാൻ പറ്റുമോ? Your car also. അന്നേരം ആ വ്യക്തി, നിങ്ങൾക്ക് കാറുണ്ടോ? എന്നാ പിന്നെ കാറും എഴുതി. Then I said to him, അന്നേരം ഞാൻ പറഞ്ഞു, sir, do you think my whole family can travel on a scooter? ഒരു സ്കൂട്ടറിൽ എന്റെ കുടുംബം മൊത്തം എങ്ങനെ He ട്രാവൽ said, you ചെയ്യും? have a scooter? ഓ, അന്നേരം നിങ്ങൾക്ക് ഒരു സ്കൂട്ടർ I ഉണ്ടോ? said, yes. ആ, ഉണ്ട്. Your scooter also. എന്നിട്ട് ആ വ്യക്തി സ്കൂട്ടറും എഴുതി. Oh, you said that, sir, you have a family. ഓ, അത് പറഞ്ഞു. I said, yes. നീ പറഞ്ഞു നിങ്ങൾക്ക് ഒരു കുടുംബം ഉണ്ടെന്ന്. I have one wife and 4 children. എനിക്ക് ഒരു ഭാര്യയും 4 മക്കളും ഉണ്ട്. One wife and 4 children. എന്നിട്ട് അയാൾ പേപ്പറിൽ എഴുതി ഒരു ഭാര്യ 4 മക്കൾ. Sir, I am left alone. പറഞ്ഞു. Yourself also. ആ വ്യക്തി പറഞ്ഞു, ഞാൻ ഇനി ഏകനായി. This is നീയും the price. നിന്റെയും. He put a circle over it. ഈ എല്ലാം And he said, sir, സർക്കിൾ this is the പറഞ്ഞു, price. ഇതാണ് വില, ഈ If മുത്തിന്റെ you വില want ഇതാണ്. to buy it, നിങ്ങൾക്ക് ഈ മുത്ത് buy വാങ്ങിക്കണമെങ്കിൽ it. വാങ്ങിക്കാം. I began to think over it. ഞാൻ അതിനെ കുറിച്ച് കേട്ടപ്പോൾ I began ചിന്തിക്കാൻ to think തുടങ്ങി. over it. വീണ്ടും ചിന്തിക്കാൻ തുടങ്ങി. And finally I said, പിന്നീട് ഞാൻ അവസാനം sir, പറഞ്ഞു, I want to buy it. സഹോദര, he said, സാറേ എനിക്കത് You വാങ്ങിക്കണം. sign it here. നിങ്ങൾ ഇവിടെ I'm ഒപ്പിടും. signing here. ഞാനിവിടെ And the ഒപ്പിടും. agreement is, all this is mine from today. ആ കടക്കാരൻ പറഞ്ഞു, ഇന്ന് മുതൽ നിങ്ങൾക്കുള്ള സകലതും എന്റേതാണ്. You may have them. You may have your wife, you have your children. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയും You may മക്കളും have your purse back നിങ്ങളുടെ into your പേഴ്സും pocket. നിങ്ങളുടെ And the cash നിങ്ങളുടെ therein. പേഴ്സും tell you, സ്കൂട്ടറും കാറും today, ഒക്കെയും നിങ്ങൾക്ക് all ഉപയോഗിക്കാം. these പക്ഷെ ഓർത്തു belong കൊള്ളുക, to me. ഇതെല്ലാം You do എന്റേതാണ്. not own them at all. ഇത് ഇനിമേൽ ഇത് That നിങ്ങളുടേതല്ല. is something that spoke to me loud and clear in those years. ആ കാലഘട്ടത്തിൽ ഈ ഉപമ വളരെ One thing സ്പഷ്ടമായി I want എന്നോട് to say, ഇടപെട്ടു. brothers and sisters, പ്രിയപ്പെട്ടവരെ, എനിക്ക് ഓർമ്മ വരുന്നത് it's എനിക്ക് not that I പറയാനുള്ളത്, am perfect in that example ഞാൻ or in ഉദാഹരണം എന്റെ the truth of ജീവിതത്തിൽ that ഞാൻ example. പൂർണ്ണനായി തീർന്നു But എന്നതല്ല. I know that something God began to do that day in my life. പക്ഷെ അന്ന് മുതൽ ദൈവം എന്റെ ജീവിതത്തിൽ എന്തോ ഒന്ന് ചെയ്യുവാൻ We തുടങ്ങി. need to know the cost involved in following the Lord in our lives. നമ്മുടെ ജീവിതത്തിൽ അവനെ അനുഗമിക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട വില That is what നമ്മൾ the Lord ഓർക്കണം. began to tell, whether it was young rich ruler or Zacchaeus or Matthew or anyone മത്തായാട്ടെ else. സഖായാട്ടെ ആ യുവാവായ ധനികനാട്ടെ യേശു പറഞ്ഞത്, ഈ നിങ്ങൾ അനുഗമിക്കുന്നുവെങ്കിൽ Oh, may ഇതിന്റെ God വില help us. ഇതാണ്. My brothers and എന്റെ sisters, പ്രിയപ്പെട്ടവരെ,
we need to know നമുക്ക് ഈ ഒരു കാര്യം that ഓർമ്മ he is the Lord and he is the King. അവൻ രാജാവാകുന്നു, അവൻ കർത്താവാകുന്നു. And that is where we have to begin our life. അവിടെയാണ് നമ്മുടെ ഈ ജീവിതം Not that ആരംഭിക്കുന്നത്. we are perfected that day, ആ നമ്മൾ but we need to begin സ്വീകരിക്കുന്ന with നാളിൽ this നമ്മൾ understanding. തികഞ്ഞവരാകുകയില്ല. We പക്ഷേ owe it all to him. He owns it all in our lives. എന്റെ ജീവിതത്തിന്റെ സകലത്തിന്റെയും ഉടമസ്ഥൻ അവനാകുന്നു, ഇനിയും അതൊന്നും എന്റേതല്ല എന്നൊരു He gives me no തിരിച്ചറിവാണ് അന്ന് option, no ആരംഭിക്കുന്നത്. choice. ഇനിയും എനിക്കൊരു Hallelujah. ഓപ്ഷൻസ് ഇല്ല എന്നുള്ള That തിരിച്ചറിവ്. mindset. और जिस प्रकार की ആ ഒരു മനോഭാവത്തിലാണ് It is നമ്മുടെ mine. ജീവിതത്തിൽ വളരേണ്ടത്. ഇത് എന്റേതാ എന്റേതാ That has to be broken. എന്ന ചിന്ത നമ്മുടെ ജീവിതത്തിൽ നിന്ന് It is the നീക്കപ്പെടണം. जबकि ये सब ഇത് कुछ प्रभु का है You know, എല്ലാം we often say, ഇനിയും God എന്റെ gave me, ഉടമസ്ഥൻ God അവ gave ദൈവം. me. और हमेशा हम ये कहते हैं നമ്മളിപ്പോ പറയാറുണ്ട് ദൈവം എനിക്ക് നൽകി, ദൈവം എനിക്ക് But നൽകി. remember ഓർത്തുകൊള്ളുക, how our thoughts are on those very things that he has given us. ദൈവം എനിക്ക് നൽകി എന്ന് പറയുമ്പോൾ തന്നെയും നമ്മുടെ ചിന്തയെ രീതികളെ ഒന്ന് Look at ചിന്തിച്ചു നോക്കുക. Abraham of old. എബ്രഹാമിനെ ഒന്ന് നോക്കുക. जो प्राचीन You know, he left it into the hands of God. അവന് ലഭിച്ചതെല്ലാം അവൻ All the ദൈവത്തിന്റെ things he കരങ്ങളിലേക്ക് received, മടക്കി കൊടുത്തു. जो कुछ उसने पाया അവന് He ലഭിച്ചത് didn't possess them. അവൻ അതിനെ ഒന്നും He അവന്റെ looked for അവകാശമായി those riches എണ്ണിയില്ല. which are heavenly. പക്ഷെ സ്വർഗീയമായ അവകാശത്തിനു വേണ്ടി അവൻ He looked പാർത്തു. for those അതിനു വേണ്ടി riches which are heavenly. സ്വർഗീയമായതിനു വേണ്ടി അവൻ ആ ഓഹരിക്ക് വേണ്ടി അവൻ യാത്രയായി. A radical change has to take place in our thought. Right? ഒരു വിപ്ലവമായ ഒരു മാറ്റം നമ്മുടെ Only ജീവിതത്തിൽ, then, നമ്മുടെ brothers and ചിന്താരീതികളിൽ sisters, നമുക്ക് we ആവശ്യം. can be a kingdom people. എങ്കിൽ മാത്രമേ നമുക്കൊരു Thy രാജകീയമായ kingdom come പുരോഹിതരായി has to be a തീരുവാൻ കഴിയൂ. reality by doing his will in my life, the will of the king in my life. ഒരു in these days. രാജകീയ മക്കളായി ജീവിക്കണമെങ്കിൽ രാജാവിൻ്റെതാകുന്ന സകലതും the man of അവന്റെ God, കൽപ്പന A.W. പ്രകാരം ഞാൻ Tozer, said ജീവിക്കുന്നു like this. എന്ന തീരുമാനം നമ്മൾ എടുക്കണം. A.W. ടോസർ You എന്ന know, I'm ദേവദാസൻ ഇങ്ങനെ quoting പറഞ്ഞു. him right now. ഈ വ്യക്തി ഇങ്ങനെയാണ് എഴുതിയത്. This is what he said. ഈ വ്യക്തി I A.W. quote, ടോസർ എന്ന വ്യക്തി ഇങ്ങനെ why എഴുതി. are we afraid to declare that people in our churches must come to know God himself? യേശുക്രിസ്തുവിനെ Why are we കർത്താവായി afraid അറിയണം എന്ന് നമ്മുടെ to declare സഭകളിൽ പ്രസ്താവിപ്പാൻ that നമ്മൾ people in our എന്തിന് churches മടിക്കുന്നു? विषय में जो लोग हैं must come to know God himself? कि प्रभु को ദൈവം എന്ന് അവർ Yes. അറിയാൻ പറയാൻ നമ്മൾ എന്തുകൊണ്ട് മടിക്കുന്നു? Why are we afraid? എന്തുകൊണ്ടാണ് നമ്മൾ ഭയപ്പെടുന്നത്? Why do we not tell them എന്തുകൊണ്ട് നമ്മൾ അവരോട് പറയുന്നില്ല? that they must get beyond the point of making God a lifeboat? ദൈവത്തെ Beyond ഒരു the point of making God a lifeboat. No, രക്ഷാബോട്ടിനേക്കാളും ഉപരിയായി Jepsi Proko, കാണേണ്ട Kutcherboard, ആവശ്യമുണ്ട് you get saved by the ship, എന്ന് by the പറയുവാൻ നമ്മൾ lifeboat. എന്തിനാണ് നമ്മൾ ലജ്ജിക്കുന്നത്, ഭയപ്പെടുന്നത്? ദൈവം ഒരു lifeboat. A lifeboat. जीवन बचाने के लिए जो डोंगियां होती हैं Yeah. Don't make Raksha- God like that. രക്ഷപ്പെടാനുള്ള ഒരു ബോട്ട്, प्रभु को ना ഒരു തോണി. Yes. Do രക്ഷാ not തോണിയായിട്ട് tell എന്തിനാ them ദൈവത്തെ that കാണുന്നത്? they must. പ്രാണരക്ഷ Why do തോണിയായി we not എന്തിനാണ് tell ദൈവത്തെ them that കാണുന്നത്? they must get beyond the point of making God a lifeboat? और उन्हें इस प्रकार से ദൈവത്തെ ഒരു പ്രാണരക്ഷ തോണിയായി കാണുന്ന മാത്രമായി അവനെ കാണുന്നത് कि प्रभु जो है കാണുന്ന ജനത്തോട് അവർ ദൈവത്തെ ഇങ്ങനെ കാണാൻ പാടില്ല എന്ന് പറയാൻ നമ്മൾ എന്തുകൊണ്ട് ഭയപ്പെടുന്നു? Why we do not tell them beyond that? क्यों नहीं हम ദൈവം അതിനേക്കാൾ ഉപരിയുള്ളവനാകുന്നു എന്ന് പറയുവാൻ എന്തിന് നമ്മൾ നാണിക്കുന്നു, ഭയപ്പെടുന്നു? नाव नहीं है उससे ദൈവം അതിനപ്പുറമുള്ളവൻ. A lifeboat to rescue them. അവരെ രക്ഷിപ്പാനുള്ള जिससे कि उन्हें രക്ഷാ തോണിയേക്കാൾ ഉപരിയായ Yes. ഒരു ദൈവമാണ്. Why do we not tell them that they must get beyond the point of making God a ladder to get them out of a burning building? ഒരു कि प्रभु जो है उस കത്തി എരിയുന്ന ഒരു കെട്ടിടത്തിൽ നിന്ന് പുറത്തു വരുവാനുള്ള ഒരു ഏണിയായിട്ട് ദൈവത്തെ എണ്ണുമ്പോൾ बाहर जाने അത് ദൈവം അതിനേക്കാൾ ഉപരിയാകുന്നു എന്ന് പറയുവാൻ എന്തുകൊണ്ട് നാം ലജ്ജിക്കുന്നു? രക്ഷപ്പെടാനുള്ള ഒരു തോണിയല്ല ദൈവം, Let me അതിനേക്കാൾ say that again ഉപരിയുള്ളവനാകുന്നു for all of us to translate എന്ന് rightly. പറയുവാൻ എന്തുകൊണ്ട് നാം ലജ്ജിക്കുന്നു? These are not my words. ഇത് എന്റെ I can വാക്കുകളല്ല, change it. These are the words of this great man.
why do we not tell them that they must get beyond the point of making God a lifeboat ദൈവം for their ഒരു rescue, അവരെ or a രക്ഷിപ്പാനായിട്ടുള്ള ladder ഒരു to get them out of a burning building? പ്രാണ രക്ഷാ Right, let's go beyond. തോണിയേക്കാൾ ഉപരിയാണ്, How can we ഒരു help our ഏണിയേക്കാൾ people? ഉപരിയാണ് എന്ന് പറയാൻ How എന്തുകൊണ്ട് can ലജ്ജിക്കുന്നു? we help our people get over the idea that God exists just to help run their business or fly their airplanes? നിങ്ങളുടെ ബിസിനസ്സിനെ സഹായിപ്പാൻ, നിങ്ങളുടെ ജീവിതത്തെ സഹായിപ്പാൻ, നിങ്ങളെ നടത്തുവാൻ മാത്രമായിരിക്കുന്ന ദൈവം അല്ല ദൈവം എന്ന് പറയുവാൻ നമ്മൾ എന്തുകൊണ്ട് ലജ്ജിക്കുന്നു? तकलीफ चलाने के लिए है उसकी ഇങ്ങനെ ചിന്തിക്കുന്ന ജനത്തെ ആ ചിന്താ രീതിയിൽ നിന്ന് നമുക്ക് എങ്ങനെ അവരെ പുറത്തു കൊണ്ടുവരാൻ? God is not a railway porter. ദൈവം ഒരു കൂലിക്കാരനല്ല, റെയിൽവേയിലുള്ള ഒരു റെയിൽവേ കൂലിക്കാരനല്ല നമ്മുടെ ദൈവം. This is spoken by A.W. Tozer. He says God is not a railway porter who carries your suitcase and serves you. നിങ്ങളുടെ സൂട്ട് കേസിനെ I serve this man of God. നിങ്ങളുടെ സൂട്ട് കേസിനെ ചുമക്കുന്ന ഒരു ചുമട്ട് തൊഴിലാളി അല്ല നമ്മുടെ ദൈവം. God is not a railway porter who carries your bags, your suitcases and serves you. നിങ്ങളെ സേവിക്കുന്ന നിങ്ങളുടെ ചുമടുകളെ ചുമട്ടുന്ന ഒരു ചുമട്ടുകൂലിക്കാരനല്ല നിങ്ങളുടെ ദൈവം, നമ്മുടെ ദൈവം. Yes, he is not there to serve you. നിങ്ങളെ സേവിപ്പാൻ നിൽക്കുന്നവനല്ല, सेवा करने के लिए नहीं है. ഒരു ചുമട്ടുകൂലിക്കാരനല്ല നമ്മുടെ ദൈവം. God is ദൈവം God. ദൈവമാണ്. He made heaven and earth. സ്വർഗ്ഗത്തെയും ഭൂമിയെയും He സൃഷ്ടിച്ചവനാകും holds the ദൈവം. world in his hand. അവന്റെ കരങ്ങളിൽ അവൻ ഭൂമിയെ He measures the dust of the earth in the balance. അവൻ ഈ ലോകത്തിന്റെ He spreads the sky out like mantle. അവൻ ആകാശത്തെ ഒരു മറ പോലെ വിരിക്കുന്നു. तंबू के समान उसे तंबू नहीं, उसे mantle के समान, yeah, correct, समान आकाश को तान देता है. yes, he is the great God Almighty. അവൻ സർവശക്തനായ ദൈവമാകുന്നു. He is not your servant. അവൻ നിങ്ങളുടെ ദാസനല്ല, He is your father. അവൻ നിങ്ങളുടെ പിതാവാകുന്നു, and you are his child. നിങ്ങൾ അവന്റെ He sits മക്കളാകുന്നു. in heaven അവൻ സ്വർഗ്ഗത്തിൽ രാജാവായി and you are on the earth. നിങ്ങൾ ഭൂമിയിൽ വസിക്കുന്നു. Hallelujah. What a tremendous insight ഇതാകുന്നു this ഈ man had. ദേവദാസൻ പറഞ്ഞു. और कैसी अद्भुत ദൈവം ഒരു ചുമട്ടുകൂലിക്കാരനല്ല. ദൈവം നമ്മുടെ പ്രാണരക്ഷക്കാരന്റെ Chapter 40. പ്രാണനെ രക്ഷിക്കാനായിട്ടുള്ള ഒരു തോണിയല്ല, നമ്മളെ പുറത്തു കൊണ്ടുവരാനായിട്ടുള്ള ഒരു ഏണിയുമല്ല. അവൻ I would ദൈവമാകും. like to read that scripture. യെശയ്യാവ് Isaiah chapter 40 യെശയ്യാവ് 40-ാം അധ്യായം verse 12. അതിന്റെ 12-ാം വാക്യം. Who hath measured the waters in the hollow of his hand, and meted out heaven with a span, and comprehended the dust of the earth in a measure, and weighed the mountains in scales, and the hills in a balance? और 40 തന്റെ ഉള്ളം കൈകൊണ്ട് വെള്ളം അളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണമെടുക്കുകയും ഭൂമിയുടെ പൊടി നാഴികയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്തവൻ ആർ? और पहाड़ियों को कांटे में तोलता है. Who hath directed the Spirit of the Lord, or being his counselor hath taught him? യഹോവയുടെ മനസ്സ് ആരാഞ്ഞറിയുകയോ അവന് മന്ത്രിയായി അവനെ ഗ്രഹിപ്പിക്കുകയോ With whom took he counsel, and who instructed him, and taught him in the path of judgment, and taught him knowledge, and shewed him the way of understanding? उसने
അവനെ ഉപദേശിച്ച് ന്യായത്തിന്റെ പാതയെ പഠിപ്പിക്കുകയും അവനെ പരിജ്ഞാനം പഠിപ്പിച്ച് വിവേകത്തിന്റെ മാർഗം കാണിക്കുകയും ചെയ്തു Behold, the nations are അവൻ as a drop ആരോടാകുന്നു of a ആലോചന bucket കഴിച്ചത്. and are counted as a small dust of the balance. Behold, he taketh up the isles as a very little thing. और देखो ഇതാ Hallelujah. ജാതികൾ തുലാക്കൊട്ടയിലെ ഒരു തുള്ളി പോലെയും തുലാസിലെ ഒരു പൊടി പോലെയും അവന് തോന്നുന്നു. ഇതാ അവൻ ദ്വീപുകളെ ഒരു മണൽ തരിയെ പോലെ എടുത്തു പൊക്കുന്നു. इनके सरीखे उठाता है. And Lebanon is not sufficient to burn, nor the beasts thereof sufficient for a burnt offering. ലെബാനോൻ വിറകിന് പോരാ, അതിലെ മൃഗങ്ങൾ ഹോമയാഗത്തിന് മതിയാകുന്നില്ല. के जीव जंतु होम बलि के लिए बस ना. All nations before him are as nothing, and they are counted to him less than nothing and vanity. സകല Hallelujah. ജാതികളും അവന് ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. അവന് വെറുമയും ശൂന്യവുമായി തോന്നുന്നു. घट ठहरी. To whom then will ye liken God, or what likeness will ye compare unto him? Hallelujah. तुम ആകയാൽ परमेश्वर നിങ്ങൾ Hallelujah. समान बताओगे और उसकी उपमा किससे दोगे? Hallelujah. I stop here today. मैं यहाँ समाप्त करूँगा. It looks like I just began. ആകയാൽ നിങ്ങൾ ദൈവത്തെ ആരോട് ഉപമിക്കും? ഏത് പ്രതിമയെ like to നിങ്ങൾ conclude അവനോട് here. സദൃശ്യമാക്കും? Much more to share. बहुत कुछ है बांटने के लिए. I would like to say here, ഞാനൊരു കാര്യം പറയട്ടെ. God परमेश्वर is not our potter. वो हमारा ദൈവം നമ്മുടെ ചുമട്ടുകൂലി. And I want to say tonight to all of us, എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും it is പറയാനുള്ളത്, time for us to repent. ഇതിനെക്കുറിച്ച് ഇങ്ങനെയുള്ളൊരു മനോഭാവത്തിൽ നിന്ന് Often we have made him മാനസാന്തരപ്പെടേണ്ട a സമയമില്ല. servant ദൈവത്തെ ഒരു ദാസനായി to കണക്കുകൂട്ടിയ carry, പാപം നമ്മൾ ഏറ്റുപറയണം. Our നമ്മുടെ burdens. നമ്മുടെ ഭാരങ്ങളെ to ചുമക്കുന്ന carry our things. हमारी चीजों നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ബാഗേജുകൾ, Though we call him നമ്മുടെ Lord, ബാഗുകളെ से प्रभु कहते हैं. അവനെ കർത്താവെന്ന് വിളിക്കുന്നുവെങ്കിൽ, आज्ञा देते हैं. we begin our prayer, Lord, और हम अपनी കർത്താവേ എന്ന് and നമ്മൾ look at the list പ്രാർത്ഥിക്കുന്നു. of things that you bring before him. और फिर हम उसके सामने जो प्रार्थनाओं की सूचियां रखते हैं, फिर देखें Who is the Lord? कि कौन है प्रभु. Look at your prayer, my prayer. നമ്മുടെ ആരാകുന്നു നമ്മുടെ കർത്താവ്? He is your servant. कि ऐसा लगता है जैसे कि वो हमारा. And I want to say one thing. एक बात कहना. എനിക്ക് Brothers പറയാനുള്ളത്, and sisters, എന്റെ പ്രിയപ്പെട്ടവരെ, we must be delivered from this mentality. ഇങ്ങനെയുള്ള ഒരു മനോഭാവത്തിൽ നിന്ന് നമ്മൾ God പൂർണ്ണമായി is saving വിമുക്തരാകണം. our thought realm. ദൈവം നമ്മുടെ ചിന്താ രീതികളെ We മാറ്റുന്നു. must be set free. നമ്മൾ We must വിടുവിക്കപ്പെടണം. know നമുക്കറിയണം that he is the Lord അവൻ കർത്താവാകുന്നു and he is എന്നറിയണം. the king. അവൻ And I രാജാവാകുന്നു thank എന്നറിയണം. God for this man of God, ഈ ദേവദാസൻ പറഞ്ഞതുപോലെ Tozer, and many such men ഇങ്ങനെയുള്ള പലരും who experience the kingship and lordship उन्होंने प्रभु के of the Lord in their lives. അവർ കർത്താവിന്റെ കർത്തൃത്വവും രാജ്യത്വവും We have made him അനുഭവിച്ചു. the lifeboat. और हम जो है We have നാം made him അവനെ a ഒരു ladder in a തോണിയായി, burning building. അവനൊരു ഏണിയായിട്ടാണ് നമ്മൾ കണക്കിട്ടത്. आग से बचने നമ്മളെ രക്ഷിപ്പാനായി വരുന്ന ഒരു ഏണിയായി. परमेश्वर बचाए उन बातों. He is not. जबकि वो ऐसा He's not a railway porter. और वो रेलवे का कुली नहीं. I want to tell you tonight, मैं आज की रात कहना चाहता may God help you and me to repent. हूं और परमेश्वर हमारे Let none say पश्चाताप करें. that I have treated him as king all the time. I know we haven't. May God deliver us. ദൈവം നമ്മെ രക്ഷിക്കട്ടെ പ്രിയമുള്ളവരെ. That attitude, और इस प्रकार की that attitude, ആ that മനോഭാവം, he is waiting, അവൻ കാത്തിരിക്കുന്നു, that is wrong. അത് തെറ്റാ I പ്രിയമുള്ളവരെ. am waiting. ഞാനാകണം I am കാത്തിരിക്കുന്നത്. waiting. मैं ഞാൻ കാത്തിരിക്കും. Oh, may God save me and save us from this gospel which is man-centered, മനുഷ്യ which is കേന്ദ്രീകരിക്കപ്പെട്ട humanistic, സുവിശേഷത്തിൽ നിന്ന്, where മനുഷ്യന്റെ ക്ഷേമത്തെ the Lord അന്വേഷിക്കുന്ന സുവിശേഷത്തിൽ is നിന്ന് served. ദൈവം നമ്മളെ I രക്ഷിക്കട്ടെ. remain in that place where I dictate things to him. उन मानसिक ഞാൻ അവനെ കൽപ്പിക്കുന്ന സ്ഥാനത്തിൽ നിന്ന് അവൻ എന്നെ കൽപ്പിക്കുന്ന ഒരു ഇടത്തേക്ക് നമ്മൾ രൂപാന്തരപ്പെടുമാറാകട്ടെ. सारी चीजें हैं वो जहाँ की प्रभु May God save us, brothers and sisters. परमेश्वर हमें बचाए. God is God. ദൈവം ദൈവമാകുന്നു. Yes, let's not be afraid ഇത് പറയുവാൻ Let's നമ്മൾ not be afraid. നമ്മൾ ഭയപ്പെടേണ്ട. to present this Christ. ഇങ്ങനെയുള്ള ക്രിസ്തുവിനെ നമുക്ക് not be afraid. പ്രഘോഷിപ്പിക്കുവാനും हम घबराए नहीं. സുവിശേഷം Tell that we പറയുവാൻ must go ഈ beyond രാജാവിനെ making God കുറിച്ച് a നമുക്ക് lifeboat സുവിശേഷം പറയാം. ഈ രാജാവിന്റെ and a സുവിശേഷം ladder നമുക്ക് in a അറിയിക്കാം. burning building. और जलती हुई मीनार में Hallelujah. एक सीढ़ी के समान കെട്ടിടത്തിൽ നിന്ന്, എരിയുന്ന കെട്ടിടത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു ഏണിയല്ല നമ്മുടെ ദൈവം. We will be misunderstood. നമ്മളിത് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കാൻ We ഇടവരും. will be misunderstood. പലരും തെറ്റിദ്ധരിക്കുമായിരിക്കും. We will be ill spoken. നമ്മളെ കുറിച്ച് പലരും
but God will be മോശമായി glorified. പറയുമായിരിക്കും, പക്ഷെ ഇതാകുന്നു Church, സത്യം. the time is come for the scratches to be thrown away. നമ്മളെ നമ്മുടെ कि उसकी सारी बैसाखियां फेंक दी जाए. Church is ഊന്നുവടിയെ given the വലിച്ചെറിയുവാനായിട്ടുള്ള responsibility and the സമയം, authority and the power to preach the gospel of the kingdom. രാജ്യത്തിന്റെ സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണമുള്ള അധികാരവും അതിനുള്ള ശക്തിയും അതിനുള്ള അഭിഷേകവും ദൈവം അവന്റെ സഭയ്ക്ക് നൽകിയിട്ടുണ്ട്. അത് ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കും. ഇനിയും May ശേഷമുള്ള God കാര്യം അടുത്ത help us ആഴ്ച to കാണാം. repent. മാനസാന്തരപ്പെടുവാൻ May ദൈവം we സഹായിക്കും. repent, മാനസാന്തരപ്പെടുവാൻ ദൈവം for we സഹായിക്കും. treated him as a servant. അവനൊരു We treated him ദാസനായി, as a അവനൊരു railway porter. We have ചുമട്ടുകൂലിക്കാരനായി, seen him as അവനെ a lifeboat. അവനെ We അവനെ have seen him as a കണക്കിട്ട ഈ ladder പാപം on a ദൈവം നമ്മളോട് burning ക്ഷമിക്കും. building. Our situations, a way out. നമ്മുടെ സാഹചര്യത്തിൽ നിന്ന് പുറത്തു വരുവാനായിട്ടുള്ള ഒരു ഏണിയായിട്ട് ദൈവം You like അവനെ this God. കണക്കിട്ടതിനാൽ ദൈവം നമ്മെ Great Creator. നമ്മളെ ഈ പാപം നമ്മൾ May ദൈവസന്നിധിയിലേക്ക് God open our eyes. ദൈവം നമ്മെ സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. May God help us. Shall we? Yes. Always stand up in the presence of God. നമുക്ക് പ്രാർത്ഥിക്കാം.